IT ഫീൽഡിലുള്ളവർക്ക് ജർമ്മനിയിൽ ഹൈലി പെയ്ഡ് ആയിട്ട് ഒരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലെ ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആവശ്യമില്ല. അതുപോലെ തന്നെ IT ഫീൽഡുകാർക്ക് മാത്രമാണ് ടെക്നിക്കലി ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ജോബ് കിട്ടാൻ ചാൻസ് കൂടുതൽ. നമ്പർ 3, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെന്നുള്ളതിൽ കാര്യമില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ പഠിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുറെ പ്രാക്ടിക്കൽ സ്കിൽസ് ലേൺ ചെയ്യുക, അതുപോലെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുക, പിന്നെ നമ്മൾ കുറെ പ്രോജക്ട്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ ജോബ് കിട്ടേണ്ട ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഓൺലൈൻ കോഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ ബോർഡ് ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിലും അവിടെയും നമ്മുടെ പ്രൊഫൈൽ ബൂസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോബ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. നമ്മൾ IT കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ ഔസ്ബിൽഡിംഗ്സും ഫാക് ഇൻഫർമാറ്റിക്കർ ചെയ്യുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ കയ്യിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ IT ഫീൽഡിൽ ജോബ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. നിറയെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവും. എക്സാമ്പിൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, സിസ്റ്റം അഡ്മിൻസ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗ്, IT പ്രോഡക്റ്റ് മാനേജർ, IT കൺസൾട്ടൻസ്. ഞാൻ ഈ പറഞ്ഞ പൊസിഷൻസിനെല്ലാം ആവറേജ് സാലറിക്ക് മുകളിലാണ് കിട്ടുന്നത്. നമ്പർ 5, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജ്. ഇപ്പൊ നമുക്ക് കസ്റ്റമറുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യേണ്ട പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല. കസ്റ്റമർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ വരുമ്പം ഉറപ്പായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം എന്ന് പറയേണ്ട കാരണമെന്ന് വെച്ചാൽ ഇവിടെ ജർമ്മൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കത്തുള്ളൂ, അവർ ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. സോ ഇന്ററാക്ഷൻ വേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമർ ഇന്ററാക്ഷൻ പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജർമ്മൻ B2 തൊട്ട് C1 ലെവൽ വരെ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ജർമ്മനിയിൽ IT ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ ഓട്ടോമോട്ടീവ്, ബാങ്കിങ്, ഫിൻടെക്, ഹെൽത്ത്, AI എന്നിങ്ങനെ പല ഇൻഡസ്ട്രീസിൽ നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ജർമ്മനിയിലെ മേജർ ആയിട്ടുള്ള IT കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന IT കമ്പനീസ് ഒക്കെ എംപ്ലോയേഴ്സിന് മെയിൻ ആയിട്ട് ഗുഡ് സാലറിയും ഗുഡ് ബെനിഫിറ്റ്സും കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ആപ്പിൾ എന്നീ കമ്പനീസിലും ജർമ്മനിയിൽ ഓഫീസ് ഉണ്ട്. ജർമ്മൻ MNCs ആയ SAP, സീമെൻസ്, BMW, ബോഷ് എന്നീ കമ്പനീസ് ആണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ്. പിന്നെ നമ്മൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ BMW, മെർസിഡസ്, ബെൻസ്, വോൾസ്വാഗൻ എന്നീ കമ്പനികളിൽ IT പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. പിന്നെ IT കൺസൾട്ടിംഗ് കമ്പനികൾ പോലുള്ള ആക്സെഞ്ചർ, ഇൻഫോസിസ്, TCS, വിപ്രോ, കാപ്ജെമിനി, ഡിലോയ്റ്റ് എന്നീ കമ്പനീസും IT പ്രൊഫഷണൽസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റാർട്ടപ്സ് ആൻഡ് സ്കെയിലപ്സിലേക്ക് വരികയാണെങ്കിൽ സെലോണിസ്, N26, ട്രേഡ് റിപ്പബ്ലിക് എന്നീ കമ്പനീസും നിറയെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. പല യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലെ വർക്ക് നമുക്ക് ജർമ്മനിൽ ഇരുന്നുകൊണ്ട് തന്നെ റിമോട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് B2 ലെവൽ മസ്റ്റ് ആയിട്ട് വേണം. കാരണം കസ്റ്റമർ ഇന്ററാക്ഷൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് നോക്കുകയാണെങ്കിൽ 35 to 40 hours പെർ വീക്ക് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് റിമോട്ട് ജോബ് ആണെങ്കിലും സെയിം തന്നെയാണ്. പിന്നെ വെക്കേഷൻ പെർ ഇയർ 30 days ആണ് വെക്കേഷൻ ടൈം. ഇനി നമുക്ക് സാലറീസിനെ കുറിച്ച് നോക്കാം. സാലറി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്, സ്കിൽസ്, ലൊക്കേഷൻ ഇതൊക്കെ അടിസ്ഥാനം വെച്ചാണ് നമ്മൾ സാലറി കിട്ടുന്നത്. ഇപ്പൊ ഫ്രഷറായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെർ ഇയർ സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന 45,000 തൊട്ട് 55,000 euro വരെയാണ്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് സിറ്റീസ് ആയിട്ടുള്ള മ്യൂണിക്കിലൊക്കെ സ്റ്റാർട്ടിംഗ് സാലറി പെർ ഇയർ വരുന്ന 60,000 euros തൊട്ടാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്റ്റാർട്ടിംഗ് സാലറി 60,000 തൊട്ട് 80,000 euros വരെയാണ് പെർ ഇയർ കിട്ടുന്നത്. പിന്നെ 2025 സ്റ്റെപ്സ്റ്റോൺ റിപ്പോർട്ട് പ്രകാരം ഡിഗ്രി ഉള്ള IT പ്രൊഫഷണൽസിന് 67,250 euro പെർ ഇയറും ഡിഗ്രി ഇല്ലാത്ത IT പ്രൊഫഷണൽസിന് 53,500 euro പെർ ഇയറുമാണ് കിട്ടുന്നത്. ഈ കേസ് അനുസരിച്ച് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവരുടെയും ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യുന്നവരുടെയും വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ കമ്പനിയും ഈ സാലറി കിട്ടുന്നതിന് ഒരു പാർട്ടാണ്. വലിയ മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഹൈ ലെവൽ സാലറി ആയിരിക്കും കിട്ടുന്നത്. ഫിനാൻസ്, ഓട്ടോമോട്ടീവ്, ഫാർമസ്യൂട്ടിക്കൽ പോലുള്ള ഇൻഡസ്ട്രീസ് ഹൈ പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. കാരണം അവർക്ക് സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. ലിങ്ക്ഡിൻ, സ്റ്റെപ്സ്റ്റോൺ, സിങ്, ഗ്ലാസ്ഡോർ എന്നിവയാണ് മേജർ ആയിട്ടുള്ള ജർമ്മനിയിലെ ജോബ് പോർട്ടൽസ്. ഇവിടെ ഒരുപാട് IT ജോബ്സും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ IT ഫീൽഡിൽ മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ജർമ്മനി ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പും ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് കൂടാതെ നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാർട്ട് ടൈം ജോബ് കൂടെ ചെയ്യാൻ നോക്കുക. ഈ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന കാരണം ഒരു ഫുൾ ടൈം ജോബ് കിട്ടാൻ നമുക്ക് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഓൾ.
ഓൾ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒരുപാട് IT പ്രൊഫഷണൽസ് ജോലി അന്വേഷിച്ച് ജർമ്മനി വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു IT ജോബ് ജർമ്മനിയിൽ നേടാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിന്റെ റിക്വയർമെന്റ്സ് അതിന്റെ സാലറി എക്സ്പെക്ടേഷൻ എത്രയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്പർ 1, മിക്കവാറുള്ള IT ജോബ് പ്രൊഫൈൽസിനൊക്കെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആവശ്യമാണ്. ആ ബാച്ചിലേഴ്സ് ഡിഗ്രി IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിലായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യമില്ല. ഏതെങ്കിലും ഫീൽഡിൽ ഹൈപ്പർ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യം. നമ്പർ 2, IT ഫീൽഡിലുള്ളവർക്ക് ജർമ്മനിയിൽ ഹൈലി പെയ്ഡ് ആയിട്ട് ഒരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലെ ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആവശ്യമില്ല. അതുപോലെ തന്നെ IT ഫീൽഡുകാർക്ക് മാത്രമാണ് ടെക്നിക്കലി ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ജോബ് കിട്ടാൻ ചാൻസ് കൂടുതൽ. നമ്പർ 3, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെന്നുള്ളതിൽ കാര്യമില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ പഠിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുറെ പ്രാക്ടിക്കൽ സ്കിൽസ് ലേൺ ചെയ്യുക, അതുപോലെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുക, പിന്നെ നമ്മൾ കുറെ പ്രോജക്ട്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ ജോബ് കിട്ടേണ്ട ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഓൺലൈൻ കോഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യോ ബോട്ട് ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്യോ ചെയ്യുകയാണെങ്കിലും അവിടെയും നമ്മുടെ പ്രൊഫൈൽ ബൂസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോബ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. നമ്മൾ IT കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ ഔസ്ബിൽഡിംഗ്സും ഫാക് ഇൻഫർമാറ്റിക്കർ ചെയ്യുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ കയ്യിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ IT ഫീൽഡിൽ ജോബ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. നിറയെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവും. എക്സാമ്പിൾ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, സിസ്റ്റം അഡ്മിൻസ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗ്, IT പ്രോഡക്റ്റ് മാനേജർ, IT കൺസൾട്ടൻസ്. ഞാൻ ഈ പറഞ്ഞ പൊസിഷൻസിനെല്ലാം ആവറേജ് സാലറിക്ക് മുകളിലാണ് കിട്ടുന്നത്. നമ്പർ 5, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജ്. ഇപ്പൊ നമുക്ക് കസ്റ്റമറുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യേണ്ട പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല. കസ്റ്റമർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ വരുമ്പം ഉറപ്പായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം എന്ന് പറയേണ്ട കാരണമെന്ന് വെച്ചാൽ ഇവിടെ ജർമ്മൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കത്തുള്ളൂ, അവർ ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. സോ ഇന്ററാക്ഷൻ വേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമർ ഇന്ററാക്ഷൻ പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജർമ്മൻ B2 തൊട്ട് C1 ലെവൽ വരെ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ജർമ്മനിയിൽ IT ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ, ഓട്ടോമോട്ടീവ്, ബാങ്കിങ്, ഫിൻടെക്, ഹെൽത്ത്, AI എന്നിങ്ങനെ പല ഇൻഡസ്ട്രീസിൽ നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ജർമ്മനിയിലെ മേജർ ആയിട്ടുള്ള IT കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന IT കമ്പനീസ് ഒക്കെ എംപ്ലോയേഴ്സിന് മെയിൻ ആയിട്ട് ഗുഡ് സാലറിയും ഗുഡ് ബെനിഫിറ്റ്സും കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ആപ്പിൾ എന്നീ കമ്പനീസിലും ജർമ്മനിയിൽ ഓഫീസ് ഉണ്ട്. ജർമ്മൻ MNCs ആയ SAP, സീമെൻസ്, BMW, ബോഷ് എന്നീ കമ്പനീസ് ആണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ്. പിന്നെ നമ്മൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ BMW, മെർസിഡസ് ബെൻസ്, വോൾസ്വാഗൻ എന്നീ കമ്പനികളിൽ IT പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. പിന്നെ IT കൺസൾട്ടിംഗ് കമ്പനികൾ പോലുള്ള ആക്സെഞ്ചർ, ഇൻഫോസിസ്, TCS, വിപ്രോ, കാപ്ജെമിനി, ഡിലോയ്റ്റ് എന്നീ കമ്പനീസും IT പ്രൊഫഷണൽസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റാർട്ടപ്സ് ആൻഡ് സ്കെയിലപ്സിലേക്ക് വരികയാണെങ്കിൽ സെലോണിസ്, N26, ട്രേഡ് റിപ്പബ്ലിക് എന്നീ കമ്പനീസും നിറയെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. പല യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലെ വർക്ക് നമുക്ക് ജർമ്മനിൽ ഇരുന്നുകൊണ്ട് തന്നെ റിമോട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് B2 ലെവൽ മസ്റ്റ് ആയിട്ട് വേണം. കാരണം കസ്റ്റമർ ഇന്ററാക്ഷൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് നോക്കുകയാണെങ്കിൽ 35 to 40 hours പെർ വീക്ക് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് റിമോട്ട് ജോബ് ആണെങ്കിലും സെയിം തന്നെയാണ്. പിന്നെ വെക്കേഷൻ പെർ ഇയർ 30 days ആണ് വെക്കേഷൻ ടൈം. ഇനി നമുക്ക് സാലറീസിനെ കുറിച്ച് നോക്കാം. സാലറി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്, സ്കിൽസ്, ലൊക്കേഷൻ ഇതൊക്കെ അടിസ്ഥാനം വെച്ചാണ് നമ്മൾ സാലറി കിട്ടുന്നത്. ഇപ്പൊ ഫ്രഷറായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെർ ഇയർ സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന 45,000 തൊട്ട് 55,000 euro വരെയാണ്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് സിറ്റീസ് ആയിട്ടുള്ള മ്യൂണിക്കിലൊക്കെ സ്റ്റാർട്ടിംഗ് സാലറി പെർ ഇയർ വരുന്ന 60,000 euros തൊട്ടാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്റ്റാർട്ടിംഗ് സാലറി 60,000 തൊട്ട് 80,000 euros വരെയാണ് പെർ ഇയർ കിട്ടുന്നത്. പിന്നെ 2025 സ്റ്റെപ്സ്റ്റോൺ റിപ്പോർട്ട് പ്രകാരം ഡിഗ്രി ഉള്ള IT പ്രൊഫഷണൽസിന് 67,250 euro പെർ ഇയറും ഡിഗ്രി ഇല്ലാത്ത IT പ്രൊഫഷണൽസിന് 53,500 euro പെർ ഇയറുമാണ് കിട്ടുന്നത്. ഈ കേസ് അനുസരിച്ച് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവരുടെയും ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യുന്നവരുടെയും വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ കമ്പനിയും ഈ സാലറി കിട്ടുന്നതിന് ഒരു പാർട്ടാണ്. വലിയ മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഹൈ ലെവൽ സാലറി ആയിരിക്കും കിട്ടുന്നത്. ഫിനാൻസ്, ഓട്ടോമോട്ടീവ്, ഫാർമസ്യൂട്ടിക്കൽ പോലുള്ള ഇൻഡസ്ട്രീസ് ഹൈ പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. കാരണം അവർക്ക് സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. ലിങ്ക്ഡിൻ, സ്റ്റെപ്സ്റ്റോൺ, സിങ്,
ഗ്ലാസ്ഡോർ എന്നിവയാണ് മേജർ ആയിട്ടുള്ള ജർമ്മനിയിലെ ജോബ് പോർട്ടൽസ്. ഇവിടെ ഒരുപാട് IT ജോബ്സും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ IT ഫീൽഡിൽ മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ജർമ്മനി ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പും ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് കൂടാതെ നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാർട്ട് ടൈം ജോബ് കൂടെ ചെയ്യാൻ നോക്കുക. ഈ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന കാരണം ഒരു ഫുൾ ടൈം ജോബ് കിട്ടാൻ നമുക്ക് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഓൾ. ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒരുപാട് IT പ്രൊഫഷണൽസ് ജോലി അന്വേഷിച്ച് ജർമ്മനി വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു IT ജോബ് ജർമ്മനിയിൽ നേടാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിന്റെ റിക്വയർമെന്റ്സ്, അതിന്റെ സാലറി എക്സ്പെക്ടേഷൻ എത്രയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്പർ 1, മിക്കവാറുള്ള IT ജോബ് പ്രൊഫൈൽസിനൊക്കെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആവശ്യമാണ്. ആ ബാച്ചിലേഴ്സ് ഡിഗ്രി IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിലായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യമില്ല. ഏതെങ്കിലും ഫീൽഡിൽ ഹൈപ്പർ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യം. നമ്പർ 2, IT ഫീൽഡിലുള്ളവർക്ക് ജർമ്മനിയിൽ ഹൈലി പെയ്ഡ് ആയിട്ട് ഒരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലെ ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആവശ്യമില്ല. അതുപോലെ തന്നെ IT ഫീൽഡുകാർക്ക് മാത്രമാണ് ടെക്നിക്കലി ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ജോബ് കിട്ടാൻ ചാൻസ് കൂടുതൽ. നമ്പർ 3, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെന്നുള്ളതിൽ കാര്യമില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ പഠിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുറെ പ്രാക്ടിക്കൽ സ്കിൽസ് ലേൺ ചെയ്യുക, അതുപോലെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുക, പിന്നെ നമ്മൾ കുറെ പ്രോജക്ട്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ ജോബ് കിട്ടേണ്ട ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഓൺലൈൻ കോഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ ബോട്ട് ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിലും അവിടെയും നമ്മുടെ പ്രൊഫൈൽ ബൂസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോബ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. നമ്മൾ IT കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ ഔസ്ബിൽഡിംഗ്സും ഫാക് ഇൻഫർമാറ്റിക്കർ ചെയ്യുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ കയ്യിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ IT ഫീൽഡിൽ ജോബ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. നിറയെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവും. എക്സാമ്പിൾ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, സിസ്റ്റം അഡ്മിൻസ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗ്, IT പ്രോഡക്റ്റ് മാനേജർ, IT കൺസൾട്ടൻസ്. ഞാൻ ഈ പറഞ്ഞ പൊസിഷൻസിനെല്ലാം ആവറേജ് സാലറിക്ക് മുകളിലാണ് കിട്ടുന്നത്. നമ്പർ 5, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജ്. ഇപ്പൊ നമുക്ക് കസ്റ്റമറുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യേണ്ട പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല. കസ്റ്റമർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ വരുമ്പം ഉറപ്പായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം എന്ന് പറയേണ്ട കാരണമെന്ന് വെച്ചാൽ ഇവിടെ ജർമ്മൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കത്തുള്ളൂ. അവർ ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. സോ ഇന്ററാക്ഷൻ വേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമർ ഇന്ററാക്ഷൻ പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജർമ്മൻ B2 തൊട്ട് C1 ലെവൽ വരെ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ജർമ്മനിയിൽ IT ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ, ഓട്ടോമോട്ടീവ്, ബാങ്കിങ്, ഫിൻടെക്, ഹെൽത്ത്, AI എന്നിങ്ങനെ പല ഇൻഡസ്ട്രീസിൽ നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ജർമ്മനിയിലെ മേജർ ആയിട്ടുള്ള IT കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന IT കമ്പനീസ് ഒക്കെ എംപ്ലോയേഴ്സിന് മെയിൻ ആയിട്ട് ഗുഡ് സാലറിയും ഗുഡ് ബെനിഫിറ്റ്സും കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ആപ്പിൾ എന്നീ കമ്പനീസിലും ജർമ്മനിയിൽ ഓഫീസ് ഉണ്ട്. ജർമ്മൻ MNCs ആയ SAP, സീമെൻസ്, BMW, ബോഷ് എന്നീ കമ്പനീസ് ആണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ്. പിന്നെ നമ്മൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ BMW, മെർസിഡസ്, ബെൻസ്, വോൾസ്വാഗൻ എന്നീ കമ്പനികളിൽ IT പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. പിന്നെ IT കൺസൾട്ടിംഗ് കമ്പനികൾ പോലുള്ള ആക്സെഞ്ചർ, ഇൻഫോസിസ്, TCS, വിപ്രോ, കാപ്ജെമിനി, ഡിലോയ്റ്റ് എന്നീ കമ്പനീസും IT പ്രൊഫഷണൽസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റാർട്ടപ്സ് ആൻഡ് സ്കെയിലപ്സിലേക്ക് വരികയാണെങ്കിൽ സെലോണിസ്, N26, ട്രേഡ് റിപ്പബ്ലിക് എന്നീ കമ്പനീസും നിറയെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. പല യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലെ വർക്ക് നമുക്ക് ജർമ്മനിയിൽ ഇരുന്നുകൊണ്ട് തന്നെ റിമോട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് B2 ലെവൽ മസ്റ്റ് ആയിട്ട് വേണം. കാരണം കസ്റ്റമർ ഇന്ററാക്ഷൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് നോക്കുകയാണെങ്കിൽ 35 to 40 hours പെർ വീക്ക് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് റിമോട്ട് ജോബ് ആണെങ്കിലും സെയിം തന്നെയാണ്. പിന്നെ വെക്കേഷൻ പെർ ഇയർ 30 days ആണ് വെക്കേഷൻ ടൈം. ഇനി നമുക്ക് സാലറീസിനെ കുറിച്ച് നോക്കാം. സാലറി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്, സ്കിൽസ്, ലൊക്കേഷൻ ഇതൊക്കെ അടിസ്ഥാനം വെച്ചാണ് നമ്മൾ സാലറി കിട്ടുന്നത്. ഇപ്പൊ ഫ്രഷറായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെർ ഇയർ സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന 45,000 തൊട്ട് 55,000 euro വരെയാണ്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് സിറ്റീസ് ആയിട്ടുള്ള മ്യൂണിക്കിലൊക്കെ സ്റ്റാർട്ടിംഗ് സാലറി പെർ ഇയർ വരുന്ന 60,000 euros തൊട്ടാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്റ്റാർട്ടിംഗ് സാലറി 60,000 തൊട്ട് 80,000 euros
വരെയാണ് പെർ ഇയർ കിട്ടുന്നത്. പിന്നെ 2025 സ്റ്റെപ്സ്റ്റോൺ റിപ്പോർട്ട് പ്രകാരം ഡിഗ്രി ഉള്ള IT പ്രൊഫഷണൽസിന് 67,250 യൂറോ പെർ ഇയറും ഡിഗ്രി ഇല്ലാത്ത IT പ്രൊഫഷണൽസിന് 53,500 യൂറോ പെർ ഇയറുമാണ് കിട്ടുന്നത്. ഈ കേസ് അനുസരിച്ച് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവരുടെയും ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യുന്നവരുടെയും വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ കമ്പനിയും ഈ സാലറി കിട്ടുന്നതിന് ഒരു പാർട്ടാണ്. വലിയ മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഹൈ ലെവൽ സാലറി ആയിരിക്കും കിട്ടുന്നത്. ഫിനാൻസ്, ഓട്ടോമോട്ടീവ്, ഫാർമസ്യൂട്ടിക്കൽ പോലുള്ള ഇൻഡസ്ട്രീസ് ഹൈ പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. കാരണം അവർക്ക് സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. ലിങ്ക്ഡിൻ, സ്റ്റെപ്സ്റ്റോൺ, സിങ്, ഗ്ലാസ്ഡോർ എന്നിവയാണ് മേജർ ആയിട്ടുള്ള ജർമ്മനിയിലെ ജോബ് പോർട്ടൽസ്. ഇവിടെ ഒരുപാട് IT ജോബ്സും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ IT ഫീൽഡിൽ മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ജർമ്മനി ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പും ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് കൂടാതെ നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാർട്ട് ടൈം ജോബ് കൂടെ ചെയ്യാൻ നോക്കുക. ഈ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന കാരണം ഒരു ഫുൾ ടൈം ജോബ് കിട്ടാൻ നമുക്ക് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഓൾ. ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒരുപാട് IT പ്രൊഫഷണൽസ് ജോലി അന്വേഷിച്ച് ജർമ്മനി വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു IT ജോബ് ജർമ്മനിയിൽ നേടാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിന്റെ റിക്വയർമെന്റ്സ്, അതിന്റെ സാലറി എക്സ്പെക്ടേഷൻ എത്രയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്പർ 1, മിക്കവാറുള്ള IT ജോബ് പ്രൊഫൈൽസിനൊക്കെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആവശ്യമാണ്. ആ ബാച്ചിലേഴ്സ് ഡിഗ്രി IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിലായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യമില്ല. ഏതെങ്കിലും ഫീൽഡിൽ ഹൈപ്പർ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യം. നമ്പർ 2, IT ഫീൽഡിലുള്ളവർക്ക് ജർമ്മനിയിൽ ഹൈലി പെയ്ഡ് ആയിട്ട് ഒരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലെ ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആവശ്യമില്ല. അതുപോലെ തന്നെ IT ഫീൽഡുകാർക്ക് മാത്രമാണ് ടെക്നിക്കലി ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ജോബ് കിട്ടാൻ ചാൻസ് കൂടുതൽ. നമ്പർ 3, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെന്നുള്ളതിൽ കാര്യമില്ല. പക്ഷെ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ പഠിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുറെ പ്രാക്ടിക്കൽ സ്കിൽസ് ലേൺ ചെയ്യുക, അതുപോലെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുക, പിന്നെ നമ്മൾ കുറെ പ്രോജക്ട്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ ജോബ് കിട്ടേണ്ട ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഓൺലൈൻ കോഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ ബോട്ട് ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിലും അവിടെയും നമ്മുടെ പ്രൊഫൈൽ ബൂസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോബ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. നമ്മൾ IT കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ ഹൗസ് ബിൽഡിംഗ്സും ഫാക് ഇൻഫോമാറ്റിക്കർ ചെയ്യുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ കയ്യിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ IT ഫീൽഡിൽ ജോബ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. നിറയെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവും. എക്സാമ്പിൾ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, സിസ്റ്റം അഡ്മിൻസ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗ്, IT പ്രോഡക്റ്റ് മാനേജർ, IT കൺസൾട്ടൻസ്. ഞാൻ ഈ പറഞ്ഞ പൊസിഷൻസിനെല്ലാം ആവറേജ് സാലറിക്ക് മുകളിലാണ് കിട്ടുന്നത്. നമ്പർ 5, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജ്. ഇപ്പൊ നമുക്ക് കസ്റ്റമറുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യേണ്ട പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല. കസ്റ്റമർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ വരുമ്പം ഉറപ്പായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം എന്ന് പറയേണ്ട കാരണമെന്ന് വെച്ചാൽ ഇവിടെ ജർമ്മൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കത്തുള്ളൂ. അവർ ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. സോ ഇന്ററാക്ഷൻ വേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമർ ഇന്ററാക്ഷൻ പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജർമ്മൻ B2 തൊട്ട് C1 ലെവൽ വരെ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ജർമ്മനിയിൽ IT ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ, ഓട്ടോമോട്ടീവ്, ബാങ്കിങ്, ഫിൻടെക്, ഹെൽത്ത്, AI എന്നിങ്ങനെ പല ഇൻഡസ്ട്രീസിലും നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ജർമ്മനിയിലെ മേജർ ആയിട്ടുള്ള IT കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന IT കമ്പനീസ് ഒക്കെ എംപ്ലോയേഴ്സിന് മെയിൻ ആയിട്ട് ഗുഡ് സാലറിയും ഗുഡ് ബെനിഫിറ്റ്സും കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ആപ്പിൾ എന്നീ കമ്പനീസിലും ജർമ്മനിയിൽ ഓഫീസ് ഉണ്ട്. ജർമ്മൻ MNCs ആയ SAP, സീമെൻസ്, BMW, ബോഷ് എന്നീ കമ്പനീസ് ആണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ്. പിന്നെ നമ്മൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ BMW, മെർസിഡസ് ബെൻസ്, വോൾസ്വാഗൻ എന്നീ കമ്പനികളിൽ IT പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. പിന്നെ IT കൺസൾട്ടിംഗ് കമ്പനികൾ പോലുള്ള ആക്സെഞ്ചർ, ഇൻഫോസിസ്, TCS, വിപ്രോ, കാപ്ജെമിനി, ഡിലോയ്റ്റ് എന്നീ കമ്പനീസും IT പ്രൊഫഷണൽസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റാർട്ടപ്സ് ആൻഡ് സ്കെയിലപ്സിലേക്ക് വരികയാണെങ്കിൽ സെലോണിസ്, N26, ട്രേഡ് റിപ്പബ്ലിക് എന്നീ കമ്പനീസും നിറയെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. പല പല
യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലെ വർക്ക് നമുക്ക് ജർമ്മനിൽ ഇരുന്നുകൊണ്ട് തന്നെ റിമോട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് B2 ലെവൽ മസ്റ്റ് ആയിട്ട് വേണം. കാരണം കസ്റ്റമർ ഇന്ററാക്ഷൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് നോക്കുകയാണെങ്കിൽ 35 to 40 hours പെർ വീക്ക് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് റിമോട്ട് ജോബ് ആണെങ്കിലും സെയിം തന്നെയാണ്. പിന്നെ വെക്കേഷൻ പെർ ഇയർ 30 days ആണ് വെക്കേഷൻ ടൈം. ഇനി നമുക്ക് സാലറീസിനെ കുറിച്ച് നോക്കാം. സാലറി ബേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്, സ്കിൽസ്, ലൊക്കേഷൻ ഇതൊക്കെ അടിസ്ഥാനം വെച്ചാണ് നമ്മൾ സാലറി കിട്ടുന്നത്. ഇപ്പൊ ഫ്രഷറായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെർ ഇയർ സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന 45,000 തൊട്ട് 55,000 euro വരെയാണ്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് സിറ്റീസ് ആയിട്ടുള്ള മ്യൂണിക്കിലൊക്കെ സ്റ്റാർട്ടിംഗ് സാലറി പെർ ഇയർ വരുന്ന 60,000 euros തൊട്ടാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്റ്റാർട്ടിംഗ് സാലറി 60,000 തൊട്ട് 80,000 euros വരെയാണ് പെർ ഇയർ കിട്ടുന്നത്. പിന്നെ 2025 സ്റ്റെപ്സ്റ്റോൺ റിപ്പോർട്ട് പ്രകാരം ഡിഗ്രി ഉള്ള IT പ്രൊഫഷണൽസിന് 67,250 euro പെർ ഇയറും ഡിഗ്രി ഇല്ലാത്ത IT പ്രൊഫഷണൽസിന് 53,500 euro പെർ ഇയറുമാണ് കിട്ടുന്നത്. ഈ കേസ് അനുസരിച്ച് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവരുടെയും ബാച്ചലേഴ്സ് ഡിഗ്രി ചെയ്യുന്നവരുടെയും വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ കമ്പനിയും ഈ സാലറി കിട്ടുന്നതിന് ഒരു പാർട്ടാണ്. വലിയ മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഹൈ ലെവൽ സാലറി ആയിരിക്കും കിട്ടുന്നത്. ഫിനാൻസ്, ഓട്ടോമോട്ടീവ്, ഫാർമസ്യൂട്ടിക്കൽ പോലുള്ള ഇൻഡസ്ട്രീസ് ഹൈ പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. കാരണം അവർക്ക് സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. ലിങ്ക്ഡിൻ, സ്റ്റെപ്സ്റ്റോൺ, സിങ്, ഗ്ലാസ്ഡോർ എന്നിവയാണ് മേജർ ആയിട്ടുള്ള ജർമ്മനിയിലെ ജോബ് പോർട്ടൽസ്. ഇവിടെ ഒരുപാട് IT ജോബ്സും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ IT ഫീൽഡിൽ മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ജർമ്മനി ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പും ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് കൂടാതെ നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാർട്ട് ടൈം ജോബ് കൂടെ ചെയ്യാൻ നോക്കുക. ഈ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന കാരണം ഒരു ഫുൾ ടൈം ജോബ് കിട്ടാൻ നമുക്ക് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഓൾ. ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒരുപാട് IT പ്രൊഫഷണൽസ് ജോലി അന്വേഷിച്ച് ജർമ്മനി വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു IT ജോബ് ജർമ്മനിയിൽ നേടാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിന്റെ റിക്വയർമെന്റ്സ്, അതിന്റെ സാലറി എക്സ്പെക്ടേഷൻ എത്രയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്പർ 1, മിക്കവാറുള്ള IT ജോബ് പ്രൊഫൈൽസിനൊക്കെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആവശ്യമാണ്. ആ ബാച്ചിലേഴ്സ് ഡിഗ്രി IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിലായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യമില്ല. ഏതെങ്കിലും ഫീൽഡിൽ ഹൈപ്പർ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യം. നമ്പർ 2, IT ഫീൽഡിലുള്ളവർക്ക് ജർമ്മനിയിൽ ഹൈലി പെയ്ഡ് ആയിട്ട് ഒരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലെ ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആവശ്യമില്ല. അതുപോലെ തന്നെ IT ഫീൽഡുകാർക്ക് മാത്രമാണ് ടെക്നിക്കലി ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ജോബ് കിട്ടാൻ ചാൻസ് കൂടുതൽ. നമ്പർ 3, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെന്നുള്ളതിൽ കാര്യമില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ പഠിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുറെ പ്രാക്ടിക്കൽ സ്കിൽസ് ലേൺ ചെയ്യുക, അതുപോലെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുക, പിന്നെ നമ്മൾ കുറെ പ്രോജക്ട്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ ജോബ് കിട്ടേണ്ട ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഓൺലൈൻ കോഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ ബോട്ട് ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിലും അവിടെയും നമ്മുടെ പ്രൊഫൈൽ ബൂസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോബ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. നമ്മൾ IT കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ ഹൗസ് ബിൽഡിംഗ്സും ഫാക് ഇൻഫോമാറ്റിക്കർ ചെയ്യുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ കയ്യിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ IT ഫീൽഡിൽ ജോബ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. നിറയെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവും. എക്സാമ്പിൾ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, സിസ്റ്റം അഡ്മിൻസ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗ്, IT പ്രോഡക്റ്റ് മാനേജർ, IT കൺസൾട്ടൻസ്. ഞാൻ ഈ പറഞ്ഞ പൊസിഷൻസിനെല്ലാം ആവറേജ് സാലറിക്ക് മുകളിലാണ് കിട്ടുന്നത്. നമ്പർ 5, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജ്. ഇപ്പൊ നമുക്ക് കസ്റ്റമറുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യേണ്ട പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല. കസ്റ്റമർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ വരുമ്പം ഉറപ്പായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം എന്ന് പറയേണ്ട കാരണമെന്ന് വെച്ചാൽ ഇവിടെ ജർമ്മൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കത്തുള്ളൂ. അവർ ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. സോ ഇന്ററാക്ഷൻ വേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമർ ഇന്ററാക്ഷൻ പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജർമ്മൻ B2 തൊട്ട് C1 ലെവൽ വരെ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ജർമ്മനിയിൽ IT ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ, ഓട്ടോമോട്ടീവ്, ബാങ്കിങ്, ഫിൻടെക്, ഹെൽത്ത്, AI എന്നിങ്ങനെ പല ഇൻഡസ്ട്രീസിലും നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ജർമ്മനിയിലെ മേജർ ആയിട്ടുള്ള IT കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന IT കമ്പനീസ് ഒക്കെ എംപ്ലോയേഴ്സിന് മെയിൻ ആയിട്ട് ഗുഡ് സാലറിയും ഗുഡ് ബെനിഫിറ്റ്സും കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ആപ്പിൾ എന്നീ കമ്പനീസിലും ജർമ്മനിയിൽ ഓഫീസ് ഉണ്ട്.
ജർമ്മൻ MNCs ആയ SAP, Siemens, BMW, Bosch എന്നീ കമ്പനീസ് ആണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ്. പിന്നെ നമ്മൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ BMW, Mercedes, Benz, Volkswagen എന്നീ കമ്പനികളിൽ IT പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. പിന്നെ IT കൺസൾട്ടിംഗ് കമ്പനികൾ പോലുള്ള Accenture, Infosys, TCS, Wipro, Capgemini, ഡിലോയ്റ്റ് എന്നീ കമ്പനീസും IT പ്രൊഫഷണൽസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റാർട്ടപ്സ് ആൻഡ് സ്കെയിലപ്സിലേക്ക് വരികയാണെങ്കിൽ സെലോണിസ്, N26, ട്രേഡ് റിപ്പബ്ലിക് എന്നീ കമ്പനീസും നിറയെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. പല യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലെ വർക്ക് നമുക്ക് ജർമ്മനിൽ ഇരുന്നുകൊണ്ട് തന്നെ റിമോട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് B2 ലെവൽ മസ്റ്റ് ആയിട്ട് വേണം. കാരണം കസ്റ്റമർ ഇന്ററാക്ഷൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് നോക്കുകയാണെങ്കിൽ 35 to 40 hours പെർ വീക്ക് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് റിമോട്ട് ജോബ് ആണെങ്കിലും സെയിം തന്നെയാണ്. പിന്നെ വെക്കേഷൻ പെർ ഇയർ 30 days ആണ് വെക്കേഷൻ ടൈം. ഇനി നമുക്ക് സാലറീസിനെ കുറിച്ച് നോക്കാം. സാലറി ബേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്, സ്കിൽസ്, ലൊക്കേഷൻ ഇതൊക്കെ അടിസ്ഥാനം വെച്ചാണ് നമ്മൾ സാലറി കിട്ടുന്നത്. ഇപ്പൊ ഫ്രഷറായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെർ ഇയർ സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന 45,000 തൊട്ട് 55,000 euro വരെയാണ്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് സിറ്റീസ് ആയിട്ടുള്ള മ്യൂണിക്കിലൊക്കെ സ്റ്റാർട്ടിംഗ് സാലറി പെർ ഇയർ വരുന്ന 60,000 euros തൊട്ടാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്റ്റാർട്ടിംഗ് സാലറി 60,000 തൊട്ട് 80,000 euros വരെയാണ് പെർ ഇയർ കിട്ടുന്നത്. പിന്നെ 2025 സ്റ്റെപ്സ്റ്റോൺ റിപ്പോർട്ട് പ്രകാരം ഡിഗ്രി ഉള്ള IT പ്രൊഫഷണൽസിന് 67,250 euro പെർ ഇയറും ഡിഗ്രി ഇല്ലാത്ത IT പ്രൊഫഷണൽസിന് 53,500 euro പെർ ഇയറുമാണ് കിട്ടുന്നത്. ഈ കേസ് അനുസരിച്ച് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവരുടെയും ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യുന്നവരുടെയും വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ കമ്പനിയും ഈ സാലറി കിട്ടുന്നതിന് ഒരു പാർട്ടാണ്. വലിയ മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഹൈ ലെവൽ സാലറി ആയിരിക്കും കിട്ടുന്നത്. ഫിനാൻസ്, ഓട്ടോമോട്ടീവ്, ഫാർമസ്യൂട്ടിക്കൽ പോലുള്ള ഇൻഡസ്ട്രീസ് ഹൈ പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. കാരണം അവർക്ക് സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. ലിങ്ക്ഡിൻ, സ്റ്റെപ്സ്റ്റോൺ, സിങ്, ഗ്ലാസ്ഡോർ എന്നിവയാണ് മേജർ ആയിട്ടുള്ള ജർമ്മനിയിലെ ജോബ് പോർട്ടൽസ്. ഇവിടെ ഒരുപാട് IT ജോബ്സും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ IT ഫീൽഡിൽ മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ജർമ്മനി ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പും ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് കൂടാതെ നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാർട്ട് ടൈം ജോബ് കൂടെ ചെയ്യാൻ നോക്കുക. ഈ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന കാരണം ഒരു ഫുൾ ടൈം ജോബ് കിട്ടാൻ നമുക്ക് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഓൾ. ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒരുപാട് IT പ്രൊഫഷണൽസ് ജോലി അന്വേഷിച്ച് ജർമ്മനി വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു IT ജോബ് ജർമ്മനിയിൽ നേടാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിന്റെ റിക്വയർമെന്റ്സ്, അതിന്റെ സാലറി എക്സ്പെക്ടേഷൻ എത്രയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്പർ 1, മിക്കവാറുള്ള IT ജോബ് പ്രൊഫൈൽസിനൊക്കെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആവശ്യമാണ്. ആ ബാച്ചിലേഴ്സ് ഡിഗ്രി IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിലായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യമില്ല. ഏതെങ്കിലും ഫീൽഡിൽ ഹൈപ്പർ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യം. നമ്പർ 2, IT ഫീൽഡിലുള്ളവർക്ക് ജർമ്മനിയിൽ ഹൈലി പെയ്ഡ് ആയിട്ട് ഒരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലെ ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആവശ്യമില്ല. അതുപോലെ തന്നെ IT ഫീൽഡുകാർക്ക് മാത്രമാണ് ടെക്നിക്കലി ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ജോബ് കിട്ടാൻ ചാൻസ് കൂടുതൽ. നമ്പർ 3, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെന്നുള്ളതിൽ കാര്യമില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ പഠിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുറെ പ്രാക്ടിക്കൽ സ്കിൽസ് ലേൺ ചെയ്യുക, അതുപോലെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുക, പിന്നെ നമ്മൾ കുറെ പ്രോജക്ട്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ ജോബ് കിട്ടേണ്ട ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഓൺലൈൻ കോഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ ബോട്ട് ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിലും അവിടെയും നമ്മുടെ പ്രൊഫൈൽ ബൂസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോബ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. നമ്മൾ IT കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ ഹൗസ് ബിൽഡിംഗ്സും ഫാക് ഇൻഫർമാറ്റിക്കർ ചെയ്യുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ കയ്യിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ IT ഫീൽഡിൽ ജോബ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. നിറയെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. എക്സാമ്പിൾ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, സിസ്റ്റം അഡ്മിൻസ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗ്, IT പ്രോഡക്റ്റ് മാനേജർ, IT കൺസൾട്ടൻസ്. ഞാൻ ഈ പറഞ്ഞ പൊസിഷൻസിനെല്ലാം ആവറേജ് സാലറിക്ക് മുകളിലാണ് കിട്ടുന്നത്. നമ്പർ 5,
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജ്. ഇപ്പൊ നമുക്ക് കസ്റ്റമറുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യേണ്ട പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല. കസ്റ്റമർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ വരുമ്പം ഉറപ്പായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം എന്ന് പറയേണ്ട കാരണമെന്ന് വെച്ചാൽ ഇവിടെ ജർമ്മൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കത്തുള്ളൂ, അവർ ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. സോ ഇന്ററാക്ഷൻ വേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമർ ഇന്ററാക്ഷൻ പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജർമ്മൻ B2 തൊട്ട് C1 ലെവൽ വരെ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ജർമ്മനിയിൽ IT ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ ഓട്ടോമോട്ടീവ്, ബാങ്കിങ്, ഫിൻടെക്, ഹെൽത്ത്, AI എന്നിങ്ങനെ പല ഇൻഡസ്ട്രീസിൽ നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ജർമ്മനിയിലെ മേജർ ആയിട്ടുള്ള IT കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന IT കമ്പനീസ് ഒക്കെ എംപ്ലോയേഴ്സിന് മെയിൻ ആയിട്ട് ഗുഡ് സാലറിയും ഗുഡ് ബെനിഫിറ്റ്സും കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ആപ്പിൾ എന്നീ കമ്പനീസിലും ജർമ്മനിയിൽ ഓഫീസ് ഉണ്ട്. ജർമ്മൻ MNCs ആയ SAP, സീമെൻസ്, BMW, ബോഷ് എന്നീ കമ്പനീസ് ആണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ്. പിന്നെ നമ്മൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ BMW, മെർസിഡസ്, ബെൻസ്, വോൾസ്വാഗൻ എന്നീ കമ്പനികളിൽ IT പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. പിന്നെ IT കൺസൾട്ടിംഗ് കമ്പനികൾ പോലുള്ള ആക്സെഞ്ചർ, ഇൻഫോസിസ്, TCS, വിപ്രോ, കാപ്ജെമിനി, ഡിലോയ്റ്റ് എന്നീ കമ്പനീസും IT പ്രൊഫഷണൽസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റാർട്ടപ്സ് ആൻഡ് സ്കെയിലപ്സിലേക്ക് വരികയാണെങ്കിൽ സെലോണിസ്, N26, ട്രേഡ് റിപ്പബ്ലിക് എന്നീ കമ്പനീസും നിറയെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. പല യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലെ വർക്ക് നമുക്ക് ജർമ്മനിൽ ഇരുന്നുകൊണ്ട് തന്നെ റിമോട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് B2 ലെവൽ മസ്റ്റ് ആയിട്ട് വേണം. കാരണം കസ്റ്റമർ ഇന്ററാക്ഷൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് നോക്കുകയാണെങ്കിൽ 35 to 40 hours പെർ വീക്ക് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് റിമോട്ട് ജോബ് ആണെങ്കിലും സെയിം തന്നെയാണ്. പിന്നെ വെക്കേഷൻ പെർ ഇയർ 30 days ആണ് വെക്കേഷൻ ടൈം. ഇനി നമുക്ക് സാലറീസിനെ കുറിച്ച് നോക്കാം. സാലറി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്, സ്കിൽസ്, ലൊക്കേഷൻ ഇതൊക്കെ അടിസ്ഥാനം വെച്ചാണ് നമ്മൾ സാലറി കിട്ടുന്നത്. ഇപ്പൊ ഫ്രഷറായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെർ ഇയർ സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന 45,000 തൊട്ട് 55,000 euro വരെയാണ്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് സിറ്റീസ് ആയിട്ടുള്ള മ്യൂണിക്കിലൊക്കെ സ്റ്റാർട്ടിംഗ് സാലറി പെർ ഇയർ വരുന്ന 60,000 euros തൊട്ടാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്റ്റാർട്ടിംഗ് സാലറി 60,000 തൊട്ട് 80,000 euros വരെയാണ് പെർ ഇയർ കിട്ടുന്നത്. പിന്നെ 2025 സ്റ്റെപ്സ്റ്റോൺ റിപ്പോർട്ട് പ്രകാരം ഡിഗ്രി ഉള്ള IT പ്രൊഫഷണൽസിന് 67,250 euro പെർ ഇയറും ഡിഗ്രി ഇല്ലാത്ത IT പ്രൊഫഷണൽസിന് 53,500 euro പെർ ഇയറുമാണ് കിട്ടുന്നത്. ഈ കേസ് അനുസരിച്ച് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവരുടെയും ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യുന്നവരുടെയും വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ കമ്പനിയും ഈ സാലറി കിട്ടുന്നതിന് ഒരു പാർട്ടാണ്. വലിയ മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഹൈ ലെവൽ സാലറി ആയിരിക്കും കിട്ടുന്നത്. ഫിനാൻസ്, ഓട്ടോമോട്ടീവ്, ഫാർമസ്യൂട്ടിക്കൽ പോലുള്ള ഇൻഡസ്ട്രീസ് ഹൈ പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. കാരണം അവർക്ക് സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. ലിങ്ക്ഡിൻ, സ്റ്റെപ്സ്റ്റോൺ, സിങ്, ഗ്ലാസ്ഡോർ എന്നിവയാണ് മേജർ ആയിട്ടുള്ള ജർമ്മനിയിലെ ജോബ് പോർട്ടൽസ്. ഇവിടെ ഒരുപാട് IT ജോബ്സും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ IT ഫീൽഡിൽ മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ജർമ്മനി ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പും ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് കൂടാതെ നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാർട്ട് ടൈം ജോബ് കൂടെ ചെയ്യാൻ നോക്കുക. ഈ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന കാരണം ഒരു ഫുൾ ടൈം ജോബ് കിട്ടാൻ നമുക്ക് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഓൾ. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒരുപാട് IT പ്രൊഫഷണൽസ് ജോലി അന്വേഷിച്ച് ജർമ്മനി വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു IT ജോബ് ജർമ്മനിയിൽ നേടാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിന്റെ റിക്വയർമെന്റ്സ്, അതിന്റെ സാലറി എക്സ്പെക്ടേഷൻ എത്രയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്പർ 1, മിക്കവാറുള്ള IT ജോബ് പ്രൊഫൈൽസിനൊക്കെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആവശ്യമാണ്. ആ ബാച്ചിലേഴ്സ് ഡിഗ്രി IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിലായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യമില്ല. ഏതെങ്കിലും ഫീൽഡിൽ ഹൈപ്പർ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യം. നമ്പർ 2, IT ഫീൽഡിലുള്ളവർക്ക് ജർമ്മനിയിൽ ഹൈലി പെയ്ഡ് ആയിട്ട് ഒരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലെ ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആവശ്യമില്ല. അതുപോലെ തന്നെ IT ഫീൽഡുകാർക്ക് മാത്രമാണ് ടെക്നിക്കലി ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ജോബ് കിട്ടാൻ ചാൻസ് കൂടുതൽ. നമ്പർ 3, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെന്നുള്ളതിൽ കാര്യമില്ല. പക്ഷെ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ പഠിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുറെ പ്രാക്ടിക്കൽ സ്കിൽസ് ലേൺ ചെയ്യുക, അതുപോലെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുക, പിന്നെ നമ്മൾ കുറെ പ്രോജക്ട്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ ജോബ് കിട്ടേണ്ട ചാൻസ് വളരെ കൂടുതലാണ്.
പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഓൺലൈൻ കോഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ ബോട്ട് ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിലും അവിടെയും നമ്മുടെ പ്രൊഫൈൽ ബൂസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോബ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. നമ്മൾ IT കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ ഔസ്ബിൽഡിംഗ് സും ഫാക് ഇൻഫർമാറ്റിക്കർ ചെയ്യുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ കയ്യിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ IT ഫീൽഡിൽ ജോബ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. നിറയെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവും. എക്സാമ്പിൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, സിസ്റ്റം അഡ്മിൻസ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗ്, IT പ്രോഡക്റ്റ് മാനേജർ, IT കൺസൾട്ടൻസ്. ഞാൻ ഈ പറഞ്ഞ പൊസിഷൻസിനെല്ലാം ആവറേജ് സാലറിക്ക് മുകളിലാണ് കിട്ടുന്നത്. നമ്പർ 5 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജ്. ഇപ്പൊ നമുക്ക് കസ്റ്റമറുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യേണ്ട പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല. കസ്റ്റമർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ വരുമ്പം ഉറപ്പായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം എന്ന് പറയേണ്ട കാരണമെന്ന് വെച്ചാൽ ഇവിടെ ജർമ്മൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കത്തുള്ളൂ. അവർ ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. സോ ഇന്ററാക്ഷൻ വേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമർ ഇന്ററാക്ഷൻ പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജർമ്മൻ B2 തൊട്ട് C1 ലെവൽ വരെ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ജർമ്മനിയിൽ IT ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ ഓട്ടോമോട്ടീവ്, ബാങ്കിങ്, ഫിൻടെക്, ഹെൽത്ത്, AI എന്നിങ്ങനെ പല ഇൻഡസ്ട്രീസിലും നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ജർമ്മനിയിലെ മേജർ ആയിട്ടുള്ള IT കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഞാൻ ഈ പറയാൻ പോണ IT കമ്പനീസ് ഒക്കെ എംപ്ലോയേഴ്സിന് മെയിൻ ആയിട്ട് ഗുഡ് സാലറിയും ഗുഡ് ബെനിഫിറ്റ്സും കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ആപ്പിൾ എന്നീ കമ്പനീസിലും ജർമ്മനിയിൽ ഓഫീസ് ഉണ്ട്. ജർമ്മൻ MNCs ആയ SAP, സീമെൻസ്, BMW, ബോഷ് എന്നീ കമ്പനീസ് ആണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ്. പിന്നെ നമ്മൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ BMW, മെർസിഡസ് ബെൻസ്, വോൾസ്വാഗൻ എന്നീ കമ്പനികളിൽ IT പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. പിന്നെ IT കൺസൾട്ടിംഗ് കമ്പനികൾ പോലുള്ള ആക്സെഞ്ചർ, ഇൻഫോസിസ്, TCS, വിപ്രോ, കാപ്ജെമിനി, ഡിലോയ്റ്റ് എന്നീ കമ്പനീസും IT പ്രൊഫഷണൽസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റാർട്ടപ്സ് ആൻഡ് സ്കെയിലപ്സിലേക്ക് വരികയാണെങ്കിൽ സെലോണിസ്, N26, ട്രേഡ് റിപ്പബ്ലിക് എന്നീ കമ്പനീസും നിറയെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. പല യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലെ വർക്ക് നമുക്ക് ജർമ്മനിൽ ഇരുന്നുകൊണ്ട് തന്നെ റിമോട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് B2 ലെവൽ മസ്റ്റ് ആയിട്ട് വേണം. കാരണം കസ്റ്റമർ ഇന്ററാക്ഷൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് നോക്കുകയാണെങ്കിൽ 35 to 40 hours പെർ വീക്ക് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് റിമോട്ട് ജോബ് ആണെങ്കിലും സെയിം തന്നെയാണ്. പിന്നെ വെക്കേഷൻ പെർ ഇയർ 30 days ആണ് വെക്കേഷൻ ടൈം. ഇനി നമുക്ക് സാലറീസിനെ കുറിച്ച് നോക്കാം. സാലറി ബേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്, സ്കിൽസ്, ലൊക്കേഷൻ ഇതൊക്കെ അടിസ്ഥാനം വെച്ചാണ് നമ്മൾ സാലറി കിട്ടുന്നത്. ഇപ്പൊ ഫ്രഷറായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെർ ഇയർ സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന 45,000 തൊട്ട് 55,000 euro വരെയാണ്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് സിറ്റീസ് ആയ മ്യൂണിക്കിലൊക്കെ സ്റ്റാർട്ടിംഗ് സാലറി പെർ ഇയർ വരുന്ന 60,000 euros തൊട്ടാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്റ്റാർട്ടിംഗ് സാലറി 60,000 തൊട്ട് 80,000 euros വരെയാണ് പെർ ഇയർ കിട്ടുന്നത്. പിന്നെ 2025 സ്റ്റെപ്സ്റ്റോൺ റിപ്പോർട്ട് പ്രകാരം ഡിഗ്രി ഉള്ള IT പ്രൊഫഷണൽസിന് 67,250 euro പെർ ഇയറും ഡിഗ്രി ഇല്ലാത്ത IT പ്രൊഫഷണൽസിന് 53,500 euro പെർ ഇയറുമാണ് കിട്ടുന്നത്. ഈ കേസ് അനുസരിച്ച് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവരുടെയും ബാച്ചലേഴ്സ് ഡിഗ്രി ചെയ്യുന്നവരുടെയും വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ കമ്പനിയും ഈ സാലറി കിട്ടുന്നതിന് ഒരു പാർട്ടാണ്. വലിയ മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഹൈ ലെവൽ സാലറി ആയിരിക്കും കിട്ടുന്നത്. ഫിനാൻസ്, ഓട്ടോമോട്ടീവ്, ഫാർമസ്യൂട്ടിക്കൽ പോലുള്ള ഇൻഡസ്ട്രീസ് ഹൈ പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. കാരണം അവർക്ക് സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. ലിങ്ക്ഡിൻ, സ്റ്റെപ്സ്റ്റോൺ, സിങ്, ഗ്ലാസ് ഡോർ എന്നിവയാണ് മേജർ ആയിട്ടുള്ള ജർമ്മനിയിലെ ജോബ് പോർട്ടൽസ്. ഇവിടെ ഒരുപാട് IT ജോബ്സും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ IT ഫീൽഡിൽ മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ജർമ്മനി ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പും ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് കൂടാതെ നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാർട്ട് ടൈം ജോബ് കൂടെ ചെയ്യാൻ നോക്കുക. ഈ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന കാരണം ഒരു ഫുൾ ടൈം ജോബ് കിട്ടാൻ നമുക്ക് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഓൾ. വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒരുപാട് IT പ്രൊഫഷണൽസ് ജോലി അന്വേഷിച്ച് ജർമ്മനി വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു IT ജോബ് ജർമ്മനിയിൽ നേടാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിന്റെ റിക്വയർമെന്റ്സ്, അതിന്റെ സാലറി എക്സ്പെക്ടേഷൻ എത്രയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്പർ 1, മിക്കവാറുള്ള IT ജോബ് പ്രൊഫൈൽസിനൊക്കെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആവശ്യമാണ്.
ആ ബാച്ചിലേഴ്സ് ഡിഗ്രി IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിലായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യമില്ല. ഏതെങ്കിലും ഫീൽഡിൽ ഹൈപ്പർ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യം. നമ്പർ 2, IT ഫീൽഡിലുള്ളവർക്ക് ജർമ്മനിയിൽ ഹൈലി പെയ്ഡ് ആയിട്ട് ഒരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലെ ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആവശ്യമില്ല. അതുപോലെ തന്നെ IT ഫീൽഡുകാർക്ക് മാത്രമാണ് ടെക്നിക്കലി ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ജോബ് കിട്ടാൻ ചാൻസ് കൂടുതൽ. നമ്പർ 3, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെന്നുള്ളതിൽ കാര്യമില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ പഠിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുറെ പ്രാക്ടിക്കൽ സ്കിൽസ് ലേൺ ചെയ്യുക, അതുപോലെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുക, പിന്നെ നമ്മൾ കുറെ പ്രോജക്ട്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ ജോബ് കിട്ടേണ്ട ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഓൺലൈൻ കോഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ ബോർഡ് ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിലും അവിടെയും നമ്മളെ പ്രൊഫൈൽ ബൂസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോബ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. നമ്മൾ IT കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ ഔസ്ബിൽഡിംഗ്സും ഫാക് ഇൻഫർമാറ്റിക്കർ ചെയ്യുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ കയ്യിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ IT ഫീൽഡിൽ ജോബ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. നിറയെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവും. എക്സാമ്പിൾ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, സിസ്റ്റം അഡ്മിൻസ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗ്, IT പ്രോഡക്റ്റ് മാനേജർ, IT കൺസൾട്ടൻസ്. ഞാൻ ഈ പറഞ്ഞ പൊസിഷൻസിനെല്ലാം ആവറേജ് സാലറിക്ക് മുകളിലാണ് കിട്ടുന്നത്. നമ്പർ 5, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജ്. ഇപ്പൊ നമുക്ക് കസ്റ്റമറുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യേണ്ട പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല. കസ്റ്റമർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ വരുമ്പം ഉറപ്പായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം എന്ന് പറയേണ്ട കാരണമെന്ന് വെച്ചാൽ ഇവിടെ ജർമ്മൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കത്തുള്ളൂ, അവർ ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. സോ ഇന്ററാക്ഷൻ വേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമർ ഇന്ററാക്ഷൻ പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജർമ്മൻ B2 തൊട്ട് C1 ലെവൽ വരെ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ജർമ്മനിയിൽ IT ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ, ഓട്ടോമോട്ടീവ്, ബാങ്കിങ്, ഫിൻടെക്, ഹെൽത്ത്, AI എന്നിങ്ങനെ പല ഇൻഡസ്ട്രീസിലും നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ജർമ്മനിയിലെ മേജർ ആയിട്ടുള്ള IT കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന IT കമ്പനീസ് ഒക്കെ എംപ്ലോയേഴ്സിന് മെയിൻ ആയിട്ട് ഗുഡ് സാലറിയും ഗുഡ് ബെനിഫിറ്റ്സും കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ആപ്പിൾ എന്നീ കമ്പനീസിലും ജർമ്മനിയിൽ ഓഫീസ് ഉണ്ട്. ജർമ്മൻ MNCs ആയ SAP, സീമെൻസ്, BMW, ബോഷ് എന്നീ കമ്പനീസ് ആണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ്. പിന്നെ നമ്മൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ BMW, മെർസിഡസ് ബെൻസ്, വോൾസ്വാഗൻ എന്നീ കമ്പനികളിൽ IT പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. പിന്നെ IT കൺസൾട്ടിംഗ് കമ്പനികൾ പോലുള്ള ആക്സെഞ്ചർ, ഇൻഫോസിസ്, TCS, വിപ്രോ, കാപ്ജെമിനി, ഡിലോയ്റ്റ് എന്നീ കമ്പനീസും IT പ്രൊഫഷണൽസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റാർട്ടപ്സ് ആൻഡ് സ്കെയിലപ്സിലേക്ക് വരികയാണെങ്കിൽ സെലോണിസ്, N26, ട്രേഡ് റിപ്പബ്ലിക് എന്നീ കമ്പനീസും നിറയെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. പല യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലെ വർക്ക് നമുക്ക് ജർമ്മനിൽ ഇരുന്നുകൊണ്ട് തന്നെ റിമോട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് B2 ലെവൽ മസ്റ്റ് ആയിട്ട് വേണം. കാരണം കസ്റ്റമർ ഇന്ററാക്ഷൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് നോക്കുകയാണെങ്കിൽ 35 to 40 hours പെർ വീക്ക് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് റിമോട്ട് ജോബ് ആണെങ്കിലും സെയിം തന്നെയാണ്. പിന്നെ വെക്കേഷൻ പെർ ഇയർ 30 days ആണ് വെക്കേഷൻ ടൈം. ഇനി നമുക്ക് സാലറീസിനെ കുറിച്ച് നോക്കാം. സാലറി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്, സ്കിൽസ്, ലൊക്കേഷൻ ഇതൊക്കെ അടിസ്ഥാനം വെച്ചാണ് നമ്മൾ സാലറി കിട്ടുന്നത്. ഇപ്പൊ ഫ്രഷറായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെർ ഇയർ സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന 45,000 തൊട്ട് 55,000 euro വരെയാണ്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് സിറ്റീസ് ആയിട്ടുള്ള മ്യൂണിക്കിലൊക്കെ സ്റ്റാർട്ടിംഗ് സാലറി പെർ ഇയർ വരുന്ന 60,000 euros തൊട്ടാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്റ്റാർട്ടിംഗ് സാലറി 60,000 തൊട്ട് 80,000 euros വരെയാണ് പെർ ഇയർ കിട്ടുന്നത്. പിന്നെ 2025 സ്റ്റെപ്സ്റ്റോൺ റിപ്പോർട്ട് പ്രകാരം ഡിഗ്രി ഉള്ള IT പ്രൊഫഷണൽസിന് 67,250 euro പെർ ഇയറും ഡിഗ്രി ഇല്ലാത്ത IT പ്രൊഫഷണൽസിന് 53,500 euro പെർ ഇയറുമാണ് കിട്ടുന്നത്. ഈ കേസ് അനുസരിച്ച് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവരുടെയും ബാച്ചലേഴ്സ് ഡിഗ്രി ചെയ്യുന്നവരുടെയും വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ കമ്പനിയും ഈ സാലറി കിട്ടുന്നതിന് ഒരു പാർട്ടാണ്. വലിയ മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഹൈ ലെവൽ സാലറി ആയിരിക്കും കിട്ടുന്നത്. ഫിനാൻസ്, ഓട്ടോമോട്ടീവ്, ഫാർമസ്യൂട്ടിക്കൽ പോലുള്ള ഇൻഡസ്ട്രീസ് ഹൈ പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. കാരണം അവർക്ക് സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. ലിങ്ക്ഡിൻ, സ്റ്റെപ്സ്റ്റോൺ, സിങ്, ഗ്ലാസ്ഡോർ എന്നിവയാണ് മേജർ ആയിട്ടുള്ള ജർമ്മനിയിലെ ജോബ് പോർട്ടൽസ്. ഇവിടെ ഒരുപാട് IT ജോബ്സും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ IT ഫീൽഡിൽ മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ജർമ്മനി ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പും ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് കൂടാതെ നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാർട്ട് ടൈം ജോബ് കൂടെ ചെയ്യാൻ നോക്കുക. ഈ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന കാരണം ഒരു ഫുൾ ടൈം ജോബ് കിട്ടാൻ നമുക്ക് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഓൾ.
വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒരുപാട് IT പ്രൊഫഷണൽസ് ജോലി അന്വേഷിച്ച് ജർമ്മനി വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു IT ജോബ് ജർമ്മനിയിൽ നേടാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിന്റെ റിക്വയർമെന്റ്സ്, അതിന്റെ സാലറി എക്സ്പെക്ടേഷൻ എത്രയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്പർ 1, മിക്കവാറുള്ള IT ജോബ് പ്രൊഫൈൽസിനൊക്കെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആവശ്യമാണ്. ആ ബാച്ചിലേഴ്സ് ഡിഗ്രി IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിലായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യമില്ല. ഏതെങ്കിലും ഫീൽഡിൽ ഹൈപ്പർ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യം. നമ്പർ 2, IT ഫീൽഡിലുള്ളവർക്ക് ജർമ്മനിയിൽ ഹൈലി പെയ്ഡ് ആയിട്ട് ഒരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലെ ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആവശ്യമില്ല. അതുപോലെ തന്നെ IT ഫീൽഡുകാർക്ക് മാത്രമാണ് ടെക്നിക്കലി ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ജോബ് കിട്ടാൻ ചാൻസ് കൂടുതൽ. നമ്പർ 3, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെന്നുള്ളതിൽ കാര്യമില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ പഠിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുറെ പ്രാക്ടിക്കൽ സ്കിൽസ് ലേൺ ചെയ്യുക, അതുപോലെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുക, പിന്നെ നമ്മൾ കുറെ പ്രോജക്ട്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ ജോബ് കിട്ടേണ്ട ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഓൺലൈൻ കോഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ ബോർഡ് ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിലും അവിടെയും നമ്മുടെ പ്രൊഫൈൽ ബൂസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോബ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. നമ്മൾ IT കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ ഔസ്ബിൽഡിംഗ്സും ഫാക് ഇൻഫർമാറ്റിക്കർ ചെയ്യുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ കയ്യിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ IT ഫീൽഡിൽ ജോബ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. നിറയെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. എക്സാമ്പിൾ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, സിസ്റ്റം അഡ്മിൻസ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗ്, IT പ്രോഡക്റ്റ് മാനേജർ, IT കൺസൾട്ടൻസ്. ഞാൻ ഈ പറഞ്ഞ പൊസിഷൻസിനെല്ലാം ആവറേജ് സാലറിക്ക് മുകളിലാണ് കിട്ടുന്നത്. നമ്പർ 5, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജ്. ഇപ്പൊ നമുക്ക് കസ്റ്റമറുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യേണ്ട പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല. കസ്റ്റമർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ വരുമ്പം ഉറപ്പായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം എന്ന് പറയേണ്ട കാരണമെന്ന് വെച്ചാൽ ഇവിടെ ജർമ്മൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കത്തുള്ളൂ, അവർ ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. സോ ഇന്ററാക്ഷൻ വേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമർ ഇന്ററാക്ഷൻ പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജർമ്മൻ B2 തൊട്ട് C1 ലെവൽ വരെ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ജർമ്മനിയിൽ IT ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ, ഓട്ടോമോട്ടീവ്, ബാങ്കിങ്, ഫിൻടെക്, ഹെൽത്ത്, AI എന്നിങ്ങനെ പല ഇൻഡസ്ട്രീസിൽ നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ജർമ്മനിയിലെ മേജർ ആയിട്ടുള്ള IT കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന IT കമ്പനീസ് ഒക്കെ എംപ്ലോയേഴ്സിന് മെയിൻ ആയിട്ട് ഗുഡ് സാലറിയും ഗുഡ് ബെനിഫിറ്റ്സും കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ആപ്പിൾ എന്നീ കമ്പനീസിലും ജർമ്മനിയിൽ ഓഫീസ് ഉണ്ട്. ജർമ്മൻ MNCs ആയ SAP, സീമെൻസ്, BMW, ബോഷ് എന്നീ കമ്പനീസ് ആണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ്. പിന്നെ നമ്മൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ BMW, മെർസിഡസ്, ബെൻസ്, വോൾസ്വാഗൻ എന്നീ കമ്പനികളിൽ IT പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. പിന്നെ IT കൺസൾട്ടിംഗ് കമ്പനികൾ പോലുള്ള ആക്സെഞ്ചർ, ഇൻഫോസിസ്, TCS, വിപ്രോ, കാപ്ജെമിനി, ഡിലോയ്റ്റ് എന്നീ കമ്പനീസും IT പ്രൊഫഷണൽസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റാർട്ടപ്സ് ആൻഡ് സ്കെയിലപ്സിലേക്ക് വരികയാണെങ്കിൽ സെലോണിസ്, N26, ട്രേഡ് റിപ്പബ്ലിക് എന്നീ കമ്പനീസും നിറയെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. പല യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലെ വർക്ക് നമുക്ക് ജർമ്മനിയിൽ ഇരുന്നുകൊണ്ട് തന്നെ റിമോട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് B2 ലെവൽ മസ്റ്റ് ആയിട്ട് വേണം. കാരണം കസ്റ്റമർ ഇന്ററാക്ഷൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് നോക്കുകയാണെങ്കിൽ 35 to 40 hours പെർ വീക്ക് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് റിമോട്ട് ജോബ് ആണെങ്കിലും സെയിം തന്നെയാണ്. പിന്നെ വെക്കേഷൻ പെർ ഇയർ 30 days ആണ് വെക്കേഷൻ ടൈം. ഇനി നമുക്ക് സാലറീസിനെ കുറിച്ച് നോക്കാം. സാലറി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്, സ്കിൽസ്, ലൊക്കേഷൻ ഇതൊക്കെ അടിസ്ഥാനം വെച്ചാണ് നമ്മൾ സാലറി കിട്ടുന്നത്. ഇപ്പൊ ഫ്രഷറായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെർ ഇയർ സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന 45,000 തൊട്ട് 55,000 euro വരെയാണ്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് സിറ്റീസ് ആയിട്ടുള്ള മ്യൂണിക്കിലൊക്കെ സ്റ്റാർട്ടിംഗ് സാലറി പെർ ഇയർ വരുന്ന 60,000 euros തൊട്ടാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്റ്റാർട്ടിംഗ് സാലറി 60,000 തൊട്ട് 80,000 euros വരെയാണ് പെർ ഇയർ കിട്ടുന്നത്. പിന്നെ 2025 സ്റ്റെപ്സ്റ്റോൺ റിപ്പോർട്ട് പ്രകാരം ഡിഗ്രി ഉള്ള IT പ്രൊഫഷണൽസിന് 67,250 euro പെർ ഇയറും ഡിഗ്രി ഇല്ലാത്ത IT പ്രൊഫഷണൽസിന് 53,500 euro പെർ ഇയറുമാണ് കിട്ടുന്നത്. ഈ കേസ് അനുസരിച്ച് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവരുടെയും ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യുന്നവരുടെയും വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ കമ്പനിയും ഈ സാലറി കിട്ടുന്നതിന് ഒരു പാർട്ടാണ്. വലിയ മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഹൈ ലെവൽ സാലറി ആയിരിക്കും കിട്ടുന്നത്. ഫിനാൻസ്, ഓട്ടോമോട്ടീവ്, ഫാർമസ്യൂട്ടിക്കൽ പോലുള്ള ഇൻഡസ്ട്രീസ് ഹൈ പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. കാരണം അവർക്ക് സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. ലിങ്ക്ഡിൻ, സ്റ്റെപ്സ്റ്റോൺ, സിങ്,
ഗ്ലാസ്ഡോർ എന്നിവയാണ് മേജർ ആയിട്ടുള്ള ജർമ്മനിയിലെ ജോബ് പോർട്ടൽസ്. ഇവിടെ ഒരുപാട് IT ജോബ്സും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ IT ഫീൽഡിൽ മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ജർമ്മനി ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പും ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് കൂടാതെ നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാർട്ട് ടൈം ജോബ് കൂടെ ചെയ്യാൻ നോക്കുക. ഈ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന കാരണം ഒരു ഫുൾ ടൈം ജോബ് കിട്ടാൻ നമുക്ക് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഓൾ. ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒരുപാട് IT പ്രൊഫഷണൽസ് ജോലി അന്വേഷിച്ച് ജർമ്മനി വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു IT ജോബ് ജർമ്മനിയിൽ നേടാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിന്റെ റിക്വയർമെന്റ്സ്, അതിന്റെ സാലറി എക്സ്പെക്ടേഷൻ എത്രയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്പർ 1, മിക്കവാറുള്ള IT ജോബ് പ്രൊഫൈൽസിനൊക്കെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആവശ്യമാണ്. ആ ബാച്ചിലേഴ്സ് ഡിഗ്രി IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിലായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യമില്ല. ഏതെങ്കിലും ഫീൽഡിൽ ഹൈപ്പർ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യം. നമ്പർ 2, IT ഫീൽഡിലുള്ളവർക്ക് ജർമ്മനിയിൽ ഹൈലി പെയ്ഡ് ആയിട്ട് ഒരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലെ ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആവശ്യമില്ല. അതുപോലെ തന്നെ IT ഫീൽഡുകാർക്ക് മാത്രമാണ് ടെക്നിക്കലി ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ജോബ് കിട്ടാൻ ചാൻസ് കൂടുതൽ. നമ്പർ 3, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെന്നുള്ളതിൽ കാര്യമില്ല. പക്ഷെ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ പഠിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുറെ പ്രാക്ടിക്കൽ സ്കിൽസ് ലേൺ ചെയ്യുക, അതുപോലെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുക, പിന്നെ നമ്മൾ കുറെ പ്രോജക്ട്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ ജോബ് കിട്ടേണ്ട ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഓൺലൈൻ കോഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യോ ബോട്ട് ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്യോ ചെയ്യുകയാണെങ്കിലും അവിടെയും നമ്മുടെ പ്രൊഫൈൽ ബൂസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോബ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. നമ്മൾ IT കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ ഔസ്ബിൽഡും ഫാക് ഇൻഫർമാറ്റിക്കർ ചെയ്യുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ കയ്യിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ IT ഫീൽഡിൽ ജോബ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. നിറയെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. എക്സാമ്പിൾ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, സിസ്റ്റം അഡ്മിൻസ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗ്, IT പ്രോഡക്റ്റ് മാനേജർ, IT കൺസൾട്ടൻസ്. ഞാൻ ഈ പറഞ്ഞ പൊസിഷൻസിനെല്ലാം ആവറേജ് സാലറിക്ക് മുകളിലാണ് കിട്ടുന്നത്. നമ്പർ 5, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജ്. ഇപ്പൊ നമുക്ക് കസ്റ്റമറുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യേണ്ട പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല. കസ്റ്റമർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ വരുമ്പം ഉറപ്പായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം എന്ന് പറയേണ്ട കാരണമെന്ന് വെച്ചാൽ ഇവിടെ ജർമ്മൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കത്തുള്ളൂ. അവർ ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. സോ ഇന്ററാക്ഷൻ വേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമർ ഇന്ററാക്ഷൻ പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജർമ്മൻ B2 തൊട്ട് C1 ലെവൽ വരെ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ജർമ്മനിയിൽ IT ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ, ഓട്ടോമോട്ടീവ്, ബാങ്കിങ്, ഫിൻടെക്, ഹെൽത്ത്, AI എന്നിങ്ങനെ പല ഇൻഡസ്ട്രീസിലും നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ജർമ്മനിയിലെ മേജർ ആയിട്ടുള്ള IT കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഞാൻ ഈ പറയാൻ പോണ IT കമ്പനീസ് ഒക്കെ എംപ്ലോയേഴ്സിന് മെയിൻ ആയിട്ട് ഗുഡ് സാലറിയും ഗുഡ് ബെനിഫിറ്റ്സും കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ആപ്പിൾ എന്നീ കമ്പനീസിലും ജർമ്മനിയിൽ ഓഫീസ് ഉണ്ട്. ജർമ്മൻ MNCs ആയ SAP, സീമെൻസ്, BMW, ബോഷ് എന്നീ കമ്പനീസ് ആണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ്. പിന്നെ നമ്മൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ BMW, മെർസിഡസ് ബെൻസ്, വോക്സ്വാഗൻ എന്നീ കമ്പനികളിൽ IT പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. പിന്നെ IT കൺസൾട്ടിംഗ് കമ്പനികൾ പോലുള്ള ആക്സെഞ്ചർ, ഇൻഫോസിസ്, TCS, വിപ്രോ, കാപ്ജെമിനി, ഡിലോയ്റ്റ് എന്നീ കമ്പനീസും IT പ്രൊഫഷണൽസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റാർട്ടപ്സ് ആൻഡ് സ്കെയിലപ്സിലേക്ക് വരികയാണെങ്കിൽ സെലോണിസ്, N26, ട്രേഡ് റിപ്പബ്ലിക് എന്നീ കമ്പനീസും നിറയെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. പല യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലെ വർക്ക് നമുക്ക് ജർമ്മനിയിൽ ഇരുന്നുകൊണ്ട് തന്നെ റിമോട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് B2 ലെവൽ മസ്റ്റ് ആയിട്ട് വേണം. കാരണം കസ്റ്റമർ ഇന്ററാക്ഷൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് നോക്കുകയാണെങ്കിൽ 35 to 40 hours പെർ വീക്ക് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് റിമോട്ട് ജോബ് ആണെങ്കിലും സെയിം തന്നെയാണ്. പിന്നെ വെക്കേഷൻ പെർ ഇയർ 30 days ആണ് വെക്കേഷൻ ടൈം. ഇനി നമുക്ക് സാലറീസിനെ കുറിച്ച് നോക്കാം.
സാലറി ബേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്, സ്കിൽസ്, ലൊക്കേഷൻ ഇതൊക്കെ അടിസ്ഥാനം വെച്ചാണ് നമ്മൾ സാലറി കിട്ടുന്നത്. ഇപ്പൊ ഫ്രഷറായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെർ ഇയർ സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന 45,000 തൊട്ട് 55,000 euro വരെയാണ്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് സിറ്റീസ് ആയിട്ട് മ്യൂണിക്കിലൊക്കെ സ്റ്റാർട്ടിംഗ് സാലറി പെർ ഇയർ വരുന്ന 60,000 euros തൊട്ടാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്റ്റാർട്ടിംഗ് സാലറി 60,000 തൊട്ട് 80,000 euros വരെയാണ് പെർ ഇയർ കിട്ടുന്നത്. പിന്നെ 2025 സ്റ്റെപ്സ്റ്റോൺ റിപ്പോർട്ട് പ്രകാരം ഡിഗ്രി ഉള്ള IT പ്രൊഫഷണൽസിന് 67,250 euro പെർ ഇയറും ഡിഗ്രി ഇല്ലാത്ത IT പ്രൊഫഷണൽസിന് 53,500 euro പെർ ഇയറുമാണ് കിട്ടുന്നത്. ഈ കേസ് അനുസരിച്ച് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവരുടെയും ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യുന്നവരുടെയും വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ കമ്പനിയും ഈ സാലറി കിട്ടുന്നതിന് ഒരു പാർട്ടാണ്. വലിയ മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഹൈ ലെവൽ സാലറി ആയിരിക്കും കിട്ടുന്നത്. ഫിനാൻസ്, ഓട്ടോമോട്ടീവ്, ഫാർമസ്യൂട്ടിക്കൽ പോലുള്ള ഇൻഡസ്ട്രീസ് ഹൈ പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. കാരണം അവർക്ക് സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. ലിങ്ക്ഡിൻ, സ്റ്റെപ്സ്റ്റോൺ, സിങ്, ഗ്ലാസ്ഡോർ എന്നിവയാണ് മേജർ ആയിട്ടുള്ള ജർമ്മനിയിലെ ജോബ് പോർട്ടൽസ്. ഇവിടെ ഒരുപാട് IT ജോബ്സും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ IT ഫീൽഡിൽ മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ജർമ്മനി ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പും ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് കൂടാതെ നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാർട്ട് ടൈം ജോബ് കൂടെ ചെയ്യാൻ നോക്കുക. ഈ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന കാരണം ഒരു ഫുൾ ടൈം ജോബ് കിട്ടാൻ നമുക്ക് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഓൾ. ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒരുപാട് IT പ്രൊഫഷണൽസ് ജോലി അന്വേഷിച്ച് ജർമ്മനി വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു IT ജോബ് ജർമ്മനിയിൽ നേടാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിന്റെ റിക്വയർമെന്റ്സ്, അതിന്റെ സാലറി എക്സ്പെക്ടേഷൻ എത്രയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്പർ 1, മിക്കവാറുള്ള IT ജോബ് പ്രൊഫൈൽസിനൊക്കെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആവശ്യമാണ്. ആ ബാച്ചിലേഴ്സ് ഡിഗ്രി IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിലായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യമില്ല. ഏതെങ്കിലും ഫീൽഡിൽ ഹൈപ്പർ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യം. നമ്പർ 2, IT ഫീൽഡിലുള്ളവർക്ക് ജർമ്മനിയിൽ ഹൈലി പെയ്ഡ് ആയിട്ട് ഒരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലെ ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആവശ്യമില്ല. അതുപോലെ തന്നെ IT ഫീൽഡുകാർക്ക് മാത്രമാണ് ടെക്നിക്കലി ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ജോബ് കിട്ടാൻ ചാൻസ് കൂടുതൽ. നമ്പർ 3, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെന്നുള്ളതിൽ കാര്യമില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ പഠിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുറെ പ്രാക്ടിക്കൽ സ്കിൽസ് ലേൺ ചെയ്യുക, അതുപോലെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുക, പിന്നെ നമ്മൾ കുറെ പ്രോജക്ട്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ ജോബ് കിട്ടേണ്ട ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഓൺലൈൻ കോഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ ബോട്ട് ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിലും അവിടെയും നമ്മുടെ പ്രൊഫൈൽ ബൂസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോബ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. നമ്മൾ IT കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ ഹൗസ് ബിൽഡിംഗ്സും ഫാക് ഇൻഫർമാറ്റിക്ക ചെയ്യുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ കയ്യിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ IT ഫീൽഡിൽ ജോബ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. നിറയെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവും. എക്സാമ്പിൾ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, സിസ്റ്റം അഡ്മിൻസ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗ്, IT പ്രോഡക്റ്റ് മാനേജർ, IT കൺസൾട്ടൻസ്. ഞാൻ ഈ പറഞ്ഞ പൊസിഷൻസിനെല്ലാം ആവറേജ് സാലറിക്ക് മുകളിലാണ് കിട്ടുന്നത്. നമ്പർ 5, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജ്. ഇപ്പൊ നമുക്ക് കസ്റ്റമറുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യേണ്ട പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല. കസ്റ്റമർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ വരുമ്പം ഉറപ്പായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം എന്ന് പറയേണ്ട കാരണമെന്ന് വെച്ചാൽ ഇവിടെ ജർമ്മൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കത്തുള്ളൂ. അവർ ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. സോ ഇന്ററാക്ഷൻ വേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമർ ഇന്ററാക്ഷൻ പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജർമ്മൻ B2 തൊട്ട് C1 ലെവൽ വരെ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ജർമ്മനിയിൽ IT ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ, ഓട്ടോമോട്ടീവ്, ബാങ്കിങ്, ഫിൻടെക്, ഹെൽത്ത്, AI എന്നിങ്ങനെ പല ഇൻഡസ്ട്രീസിലും നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ജർമ്മനിയിലെ മേജർ ആയിട്ടുള്ള IT കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന IT കമ്പനീസ് ഒക്കെ എംപ്ലോയേഴ്സിന് മെയിൻ ആയിട്ട് ഗുഡ് സാലറിയും ഗുഡ് ബെനിഫിറ്റ്സും കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ആപ്പിൾ എന്നീ കമ്പനീസിലും ജർമ്മനിയിൽ ഓഫീസ് ഉണ്ട്. ജർമ്മൻ MNCs ആയ SAP, സീമെൻസ്, BMW, ബോഷ് എന്നീ കമ്പനീസ് ആണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ്. പിന്നെ നമ്മൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ BMW, മെർസിഡസ് ബെൻസ്, വോൾസ്വാഗൻ എന്നീ കമ്പനികളിൽ IT പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. പിന്നെ IT കൺസൾട്ടിംഗ് കമ്പനികൾ പോലുള്ള ആക്സെഞ്ചർ, ഇൻഫോസിസ്, TCS, വിപ്രോ, കാപ്ജെമിനി,
ഡിലോയ്റ്റ് എന്നീ കമ്പനീസും IT പ്രൊഫഷണൽസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റാർട്ടപ്സ് ആൻഡ് സ്കെയിലപ്സിലേക്ക് വരികയാണെങ്കിൽ സെലോണിസ്, N26, ട്രേഡ് റിപ്പബ്ലിക് എന്നീ കമ്പനീസും നിറയെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. പല യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലെ വർക്ക് നമുക്ക് ജർമ്മനിൽ ഇരുന്നുകൊണ്ട് തന്നെ റിമോട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് B2 ലെവൽ മസ്റ്റ് ആയിട്ട് വേണം. കാരണം കസ്റ്റമർ ഇന്ററാക്ഷൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് നോക്കുകയാണെങ്കിൽ 35 to 40 hours പെർ വീക്ക് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് റിമോട്ട് ജോബ് ആണെങ്കിലും സെയിം തന്നെയാണ്. പിന്നെ വെക്കേഷൻ പെർ ഇയർ 30 days ആണ് വെക്കേഷൻ ടൈം. ഇനി നമുക്ക് സാലറീസിനെ കുറിച്ച് നോക്കാം. സാലറി ബേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്, സ്കിൽസ്, ലൊക്കേഷൻ ഇതൊക്കെ അടിസ്ഥാനം വെച്ചാണ് നമ്മൾ സാലറി കിട്ടുന്നത്. ഇപ്പൊ ഫ്രഷറായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെർ ഇയർ സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന 45,000 തൊട്ട് 55,000 euro വരെയാണ്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് സിറ്റീസ് ആയിട്ടുള്ള മ്യൂണിക്കിലൊക്കെ സ്റ്റാർട്ടിംഗ് സാലറി പെർ ഇയർ വരുന്ന 60,000 euros തൊട്ടാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്റ്റാർട്ടിംഗ് സാലറി 60,000 തൊട്ട് 80,000 euros വരെയാണ് പെർ ഇയർ കിട്ടുന്നത്. പിന്നെ 2025 സ്റ്റെപ്സ്റ്റോൺ റിപ്പോർട്ട് പ്രകാരം ഡിഗ്രി ഉള്ള IT പ്രൊഫഷണൽസിന് 67,250 euro പെർ ഇയറും ഡിഗ്രി ഇല്ലാത്ത IT പ്രൊഫഷണൽസിന് 53,500 euro പെർ ഇയറുമാണ് കിട്ടുന്നത്. ഈ കേസ് അനുസരിച്ച് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവരുടെയും ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യുന്നവരുടെയും വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ കമ്പനിയും ഈ സാലറി കിട്ടുന്നതിന് ഒരു പാർട്ടാണ്. വലിയ മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഹൈ ലെവൽ സാലറി ആയിരിക്കും കിട്ടുന്നത്. ഫിനാൻസ്, ഓട്ടോമോട്ടീവ്, ഫാർമസ്യൂട്ടിക്കൽ പോലുള്ള ഇൻഡസ്ട്രീസ് ഹൈ പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. കാരണം അവർക്ക് സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. ലിങ്ക്ഡിൻ, സ്റ്റെപ്സ്റ്റോൺ, സിങ്, ഗ്ലാസ്ഡോർ എന്നിവയാണ് മേജർ ആയിട്ടുള്ള ജർമ്മനിയിലെ ജോബ് പോർട്ടൽസ്. ഇവിടെ ഒരുപാട് IT ജോബ്സും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ IT ഫീൽഡിൽ മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ജർമ്മനി ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പും ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് കൂടാതെ നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാർട്ട് ടൈം ജോബ് കൂടെ ചെയ്യാൻ നോക്കുക. ഈ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന കാരണം ഒരു ഫുൾ ടൈം ജോബ് കിട്ടാൻ നമുക്ക് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഓൾ. ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒരുപാട് IT പ്രൊഫഷണൽസ് ജോലി അന്വേഷിച്ച് ജർമ്മനി വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു IT ജോബ് ജർമ്മനിയിൽ നേടാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിന്റെ റിക്വയർമെന്റ്സ്, അതിന്റെ സാലറി എക്സ്പെക്ടേഷൻ എത്രയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്പർ 1, മിക്കവാറുള്ള IT ജോബ് പ്രൊഫൈൽസിനൊക്കെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആവശ്യമാണ്. ആ ബാച്ചിലേഴ്സ് ഡിഗ്രി IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിലായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യമില്ല. ഏതെങ്കിലും ഫീൽഡിൽ ഹൈപ്പർ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യം. നമ്പർ 2, IT ഫീൽഡിലുള്ളവർക്ക് ജർമ്മനിയിൽ ഹൈലി പെയ്ഡ് ആയിട്ട് ഒരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലെ ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആവശ്യമില്ല. അതുപോലെ തന്നെ IT ഫീൽഡുകാർക്ക് മാത്രമാണ് ടെക്നിക്കലി ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ജോബ് കിട്ടാൻ ചാൻസ് കൂടുതൽ. നമ്പർ 3, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെന്നുള്ളതിൽ കാര്യമില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ പഠിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുറെ പ്രാക്ടിക്കൽ സ്കിൽസ് ലേൺ ചെയ്യുക, അതുപോലെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുക, പിന്നെ നമ്മൾ കുറെ പ്രോജക്ട്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ ജോബ് കിട്ടേണ്ട ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഓൺലൈൻ കോഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ ബോട്ട് ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിലും അവിടെയും നമ്മുടെ പ്രൊഫൈൽ ബൂസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോബ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. നമ്മൾ IT കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ ഹൗസ് ബിൽഡിംഗ്സും ഫാക് ഇൻഫർമാറ്റിക്കർ ചെയ്യുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ കയ്യിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ IT ഫീൽഡിൽ ജോബ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. നിറയെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവും. എക്സാമ്പിൾ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, സിസ്റ്റം അഡ്മിൻസ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗ്, IT പ്രോഡക്റ്റ് മാനേജർ, IT കൺസൾട്ടൻസ്. ഞാൻ ഈ പറഞ്ഞ പൊസിഷൻസിനെല്ലാം ആവറേജ് സാലറിക്ക് മുകളിലാണ് കിട്ടുന്നത്. നമ്പർ 5, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജ്. ഇപ്പൊ നമുക്ക് കസ്റ്റമറുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യേണ്ട പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല. കസ്റ്റമർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ വരുമ്പം ഉറപ്പായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം എന്ന് പറയേണ്ട കാരണമെന്ന് വെച്ചാൽ ഇവിടെ ജർമ്മൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കത്തുള്ളൂ. അവർ ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. സോ ഇന്ററാക്ഷൻ വേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമർ ഇന്ററാക്ഷൻ പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജർമ്മൻ B2 തൊട്ട് C1 ലെവൽ വരെ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ജർമ്മനിയിൽ IT ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാനും പറ്റും.
ഫോർ എക്സാമ്പിൾ ഓട്ടോമോട്ടീവ്, ബാങ്കിങ്, ഫിൻടെക്, ഹെൽത്ത്, AI എന്നിങ്ങനെ പല ഇൻഡസ്ട്രീസിൽ നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ജർമ്മനിയിലെ മേജർ ആയിട്ടുള്ള IT കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന IT കമ്പനീസ് ഒക്കെ എംപ്ലോയേഴ്സിന് മെയിൻ ആയിട്ട് ഗുഡ് സാലറിയും ഗുഡ് ബെനിഫിറ്റ്സും കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ആപ്പിൾ എന്നീ കമ്പനീസിലും ജർമ്മനിയിൽ ഓഫീസ് ഉണ്ട്. ജർമ്മൻ MNCs ആയ SAP, സീമെൻസ്, BMW, ബോഷ് എന്നീ കമ്പനീസ് ആണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ്. പിന്നെ നമ്മൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ BMW, മെർസിഡസ്, ബെൻസ്, വോൾസ്വാഗൻ എന്നീ കമ്പനികളിൽ IT പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. പിന്നെ IT കൺസൾട്ടിംഗ് കമ്പനികൾ പോലുള്ള ആക്സെഞ്ചർ, ഇൻഫോസിസ്, TCS, വിപ്രോ, കാപ്ജെമിനി, ഡിലോയ്റ്റ് എന്നീ കമ്പനീസും IT പ്രൊഫഷണൽസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റാർട്ടപ്സ് ആൻഡ് സ്കെയിലപ്സിലേക്ക് വരികയാണെങ്കിൽ സെലോണിസ്, N26, ട്രേഡ് റിപ്പബ്ലിക് എന്നീ കമ്പനീസും നിറയെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. പല യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലെ വർക്ക് നമുക്ക് ജർമ്മനിൽ ഇരുന്നുകൊണ്ട് തന്നെ റിമോട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് B2 ലെവൽ മസ്റ്റ് ആയിട്ട് വേണം. കാരണം കസ്റ്റമർ ഇന്ററാക്ഷൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് നോക്കുകയാണെങ്കിൽ 35 to 40 hours പെർ വീക്ക് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് റിമോട്ട് ജോബ് ആണെങ്കിലും സെയിം തന്നെയാണ്. പിന്നെ വെക്കേഷൻ പെർ ഇയർ 30 days ആണ് വെക്കേഷൻ ടൈം. ഇനി നമുക്ക് സാലറീസിനെ കുറിച്ച് നോക്കാം. സാലറി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്, സ്കിൽസ്, ലൊക്കേഷൻ ഇതൊക്കെ അടിസ്ഥാനം വെച്ചാണ് നമ്മൾ സാലറി കിട്ടുന്നത്. ഇപ്പൊ ഫ്രഷറായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെർ ഇയർ സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന 45,000 തൊട്ട് 55,000 euro വരെയാണ്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് സിറ്റീസ് ആയിട്ടുള്ള മ്യൂണിക്കിലൊക്കെ സ്റ്റാർട്ടിംഗ് സാലറി പെർ ഇയർ വരുന്ന 60,000 euros തൊട്ടാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്റ്റാർട്ടിംഗ് സാലറി 60,000 തൊട്ട് 80,000 euros വരെയാണ് പെർ ഇയർ കിട്ടുന്നത്. പിന്നെ 2025 സ്റ്റെപ്സ്റ്റോൺ റിപ്പോർട്ട് പ്രകാരം ഡിഗ്രി ഉള്ള IT പ്രൊഫഷണൽസിന് 67,250 euro പെർ ഇയറും ഡിഗ്രി ഇല്ലാത്ത IT പ്രൊഫഷണൽസിന് 53,500 euro പെർ ഇയറുമാണ് കിട്ടുന്നത്. ഈ കേസ് അനുസരിച്ച് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവരുടെയും ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യുന്നവരുടെയും വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ കമ്പനിയും ഈ സാലറി കിട്ടുന്നതിന് ഒരു പാർട്ടാണ്. വലിയ മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഹൈ ലെവൽ സാലറി ആയിരിക്കും കിട്ടുന്നത്. ഫിനാൻസ്, ഓട്ടോമോട്ടീവ്, ഫാർമസ്യൂട്ടിക്കൽ പോലുള്ള ഇൻഡസ്ട്രീസ് ഹൈ പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. കാരണം അവർക്ക് സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. ലിങ്ക്ഡിൻ, സ്റ്റെപ്സ്റ്റോൺ, സിങ്, ഗ്ലാസ്ഡോർ എന്നിവയാണ് മേജർ ആയിട്ടുള്ള ജർമ്മനിയിലെ ജോബ് പോർട്ടൽസ്. ഇവിടെ ഒരുപാട് IT ജോബ്സും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ IT ഫീൽഡിൽ മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ജർമ്മനി ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പും ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് കൂടാതെ നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാർട്ട് ടൈം ജോബ് കൂടെ ചെയ്യാൻ നോക്കുക. ഈ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന കാരണം ഒരു ഫുൾ ടൈം ജോബ് കിട്ടാൻ നമുക്ക് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഓൾ. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒരുപാട് IT പ്രൊഫഷണൽസ് ജോലി അന്വേഷിച്ച് ജർമ്മനി വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു IT ജോബ് ജർമ്മനിയിൽ നേടാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിന്റെ റിക്വയർമെന്റ്സ്, അതിന്റെ സാലറി എക്സ്പെക്ടേഷൻ എത്രയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്പർ 1, മിക്കവാറുള്ള IT ജോബ് പ്രൊഫൈൽസിനൊക്കെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആവശ്യമാണ്. ആ ബാച്ചിലേഴ്സ് ഡിഗ്രി IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിലായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യമില്ല. ഏതെങ്കിലും ഫീൽഡിൽ ഹൈപ്പർ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യം. നമ്പർ 2, IT ഫീൽഡിലുള്ളവർക്ക് ജർമ്മനിയിൽ ഹൈലി പെയ്ഡ് ആയിട്ട് ഒരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലെ ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആവശ്യമില്ല. അതുപോലെ തന്നെ IT ഫീൽഡുകാർക്ക് മാത്രമാണ് ടെക്നിക്കലി ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ജോബ് കിട്ടാൻ ചാൻസ് കൂടുതൽ. നമ്പർ 3, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെന്നുള്ളതിൽ കാര്യമില്ല. പക്ഷെ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ പഠിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുറെ പ്രാക്ടിക്കൽ സ്കിൽസ് ലേൺ ചെയ്യുക, അതുപോലെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുക, പിന്നെ നമ്മൾ കുറെ പ്രോജക്ട്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ ജോബ് കിട്ടേണ്ട ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഓൺലൈൻ കോഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ ബോട്ട് ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിലും അവിടെയും നമ്മുടെ പ്രൊഫൈൽ ബൂസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോബ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. നമ്മൾ IT കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ ഹൗസ് ബിൽഡിംഗ്സും ഫാക് ഇൻഫർമാറ്റിക്കർ ചെയ്യുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ കയ്യിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ IT ഫീൽഡിൽ ജോബ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. നിറയെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. എക്സാമ്പിൾ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, സിസ്റ്റം അഡ്മിൻസ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗ്, IT പ്രോഡക്റ്റ് മാനേജർ, IT കൺസൾട്ടൻസ്. ഞാൻ ഈ പറഞ്ഞ പൊസിഷൻസിനെല്ലാം ആവറേജ് സാലറിക്ക് മുകളിലാണ് കിട്ടുന്നത്. നമ്പർ 5,
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജ്. ഇപ്പൊ നമുക്ക് കസ്റ്റമറുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യേണ്ട പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല. കസ്റ്റമർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ വരുമ്പം ഉറപ്പായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം എന്ന് പറയേണ്ട കാരണമെന്ന് വെച്ചാൽ ഇവിടെ ജർമ്മൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കത്തുള്ളൂ, അവർ ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. സോ ഇന്ററാക്ഷൻ വേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമർ ഇന്ററാക്ഷൻ പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജർമ്മൻ B2 തൊട്ട് C1 ലെവൽ വരെ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ജർമ്മനിയിൽ IT ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ ഓട്ടോമോട്ടീവ്, ബാങ്കിങ്, ഫിൻടെക്, ഹെൽത്ത്, AI എന്നിങ്ങനെ പല ഇൻഡസ്ട്രീസിലും നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ജർമ്മനിയിലെ മേജർ ആയിട്ടുള്ള IT കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഞാൻ ഈ പറയാൻ പോണ IT കമ്പനീസ് ഒക്കെ എംപ്ലോയേഴ്സിന് മെയിൻ ആയിട്ട് ഗുഡ് സാലറിയും ഗുഡ് ബെനിഫിറ്റ്സും കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ആപ്പിൾ എന്നീ കമ്പനീസിലും ജർമ്മനിയിൽ ഓഫീസ് ഉണ്ട്. ജർമ്മൻ MNCs ആയ SAP, സീമെൻസ്, BMW, ബോഷ് എന്നീ കമ്പനീസ് ആണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ്. പിന്നെ നമ്മൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ BMW, മെർസിഡസ് ബെൻസ്, വോക്സ്വാഗൻ എന്നീ കമ്പനികളിൽ IT പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. പിന്നെ IT കൺസൾട്ടിംഗ് കമ്പനികൾ പോലുള്ള ആക്സെഞ്ചർ, ഇൻഫോസിസ്, TCS, വിപ്രോ, കാപ്ജെമിനി, ഡിലോയ്റ്റ് എന്നീ കമ്പനീസും IT പ്രൊഫഷണൽസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റാർട്ടപ്സ് ആൻഡ് സ്കെയിലപ്സിലേക്ക് വരികയാണെങ്കിൽ സെലോണിസ്, N26, ട്രേഡ് റിപ്പബ്ലിക് എന്നീ കമ്പനീസും നിറയെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. പല യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലെ വർക്ക് നമുക്ക് ജർമ്മനിൽ ഇരുന്നുകൊണ്ട് തന്നെ റിമോട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് B2 ലെവൽ മസ്റ്റ് ആയിട്ട് വേണം. കാരണം കസ്റ്റമർ ഇന്ററാക്ഷൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് നോക്കുകയാണെങ്കിൽ 35 to 40 hours പെർ വീക്ക് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് റിമോട്ട് ജോബ് ആണെങ്കിലും സെയിം തന്നെയാണ്. പിന്നെ വെക്കേഷൻ പെർ ഇയർ 30 days ആണ് വെക്കേഷൻ ടൈം. ഇനി നമുക്ക് സാലറീസിനെ കുറിച്ച് നോക്കാം. സാലറി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്, സ്കിൽസ്, ലൊക്കേഷൻ ഇതൊക്കെ അടിസ്ഥാനം വെച്ചാണ് നമ്മൾ സാലറി കിട്ടുന്നത്. ഇപ്പൊ ഫ്രഷറായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെർ ഇയർ സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന 45,000 തൊട്ട് 55,000 euro വരെയാണ്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് സിറ്റീസ് ആയ മ്യൂണിക്കിലൊക്കെ സ്റ്റാർട്ടിംഗ് സാലറി പെർ ഇയർ വരുന്ന 60,000 euros തൊട്ടാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്റ്റാർട്ടിംഗ് സാലറി 60,000 തൊട്ട് 80,000 euros വരെയാണ് പെർ ഇയർ കിട്ടുന്നത്. പിന്നെ 2025 സ്റ്റെപ്സ്റ്റോൺ റിപ്പോർട്ട് പ്രകാരം ഡിഗ്രി ഉള്ള IT പ്രൊഫഷണൽസിന് 67,250 euro പെർ ഇയറും ഡിഗ്രി ഇല്ലാത്ത IT പ്രൊഫഷണൽസിന് 53,500 euro പെർ ഇയറുമാണ് കിട്ടുന്നത്. ഈ കേസ് അനുസരിച്ച് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവരുടെയും ബാച്ചലേഴ്സ് ഡിഗ്രി ചെയ്യുന്നവരുടെയും വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ കമ്പനിയും ഈ സാലറി കിട്ടുന്നതിന് ഒരു പാർട്ടാണ്. വലിയ മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഹൈ ലെവൽ സാലറി ആയിരിക്കും കിട്ടുന്നത്. ഫിനാൻസ്, ഓട്ടോമോട്ടീവ്, ഫാർമസ്യൂട്ടിക്കൽ പോലുള്ള ഇൻഡസ്ട്രീസ് ഹൈ പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. കാരണം അവർക്ക് സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. ലിങ്ക്ഡിൻ, സ്റ്റെപ്സ്റ്റോൺ, സിങ്, ഗ്ലാസ്ഡോർ എന്നിവയാണ് മേജർ ആയിട്ടുള്ള ജർമ്മനിയിലെ ജോബ് പോർട്ടൽസ്. ഇവിടെ ഒരുപാട് IT ജോബ്സും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ IT ഫീൽഡിൽ മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ജർമ്മനി ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പും ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് കൂടാതെ നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാർട്ട് ടൈം ജോബ് കൂടെ ചെയ്യാൻ നോക്കുക. ഈ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന കാരണം ഒരു ഫുൾ ടൈം ജോബ് കിട്ടാൻ നമുക്ക് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഓൾ. വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒരുപാട് IT പ്രൊഫഷണൽസ് ജോലി അന്വേഷിച്ച് ജർമ്മനി വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു IT ജോബ് ജർമ്മനിയിൽ നേടാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിന്റെ റിക്വയർമെന്റ്സ്, അതിന്റെ സാലറി എക്സ്പെക്ടേഷൻ എത്രയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്പർ 1, മിക്കവാറുള്ള IT ജോബ് പ്രൊഫൈൽസിനൊക്കെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആവശ്യമാണ്. ആ ബാച്ചിലേഴ്സ് ഡിഗ്രി IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിലായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യമില്ല. ഏതെങ്കിലും ഫീൽഡിൽ ഹൈപ്പർ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യം. നമ്പർ 2, IT ഫീൽഡിലുള്ളവർക്ക് ജർമ്മനിയിൽ ഹൈലി പെയ്ഡ് ആയിട്ട് ഒരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലെ ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആവശ്യമില്ല. അതുപോലെ തന്നെ IT ഫീൽഡുകാർക്ക് മാത്രമാണ് ടെക്നിക്കലി ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ജോബ് കിട്ടാൻ ചാൻസ് കൂടുതൽ. നമ്പർ 3, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെന്നുള്ളതിൽ കാര്യമില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ പഠിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുറെ പ്രാക്ടിക്കൽ സ്കിൽസ് ലേൺ ചെയ്യുക, അതുപോലെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുക, പിന്നെ നമ്മൾ കുറെ പ്രോജക്ട്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ ജോബ് കിട്ടേണ്ട ചാൻസ് വളരെ കൂടുതലാണ്.
പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഓൺലൈൻ കോഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ ബോട്ട് ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിലും അവിടെയും നമ്മളെ പ്രൊഫൈൽ ബൂസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോബ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. നമ്മൾ IT കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ ഔസ്ബിൽഡിംഗ്സും ഫാക് ഇൻഫർമാറ്റിക്കർ ചെയ്യുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ കയ്യിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ IT ഫീൽഡിൽ ജോബ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. നിറയെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. എക്സാമ്പിൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, സിസ്റ്റം അഡ്മിൻസ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗ്, IT പ്രോഡക്റ്റ് മാനേജർ, IT കൺസൾട്ടൻസ്. ഞാൻ ഈ പറഞ്ഞ പൊസിഷൻസിനെല്ലാം ആവറേജ് സാലറിക്ക് മുകളിലാണ് കിട്ടുന്നത്. നമ്പർ 5 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജ്. ഇപ്പൊ നമുക്ക് കസ്റ്റമറുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യേണ്ട പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല. കസ്റ്റമർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ വരുമ്പം ഉറപ്പായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം എന്ന് പറയേണ്ട കാരണമെന്ന് വെച്ചാൽ ഇവിടെ ജർമ്മൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കത്തുള്ളൂ. അവർ ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. സോ ഇന്ററാക്ഷൻ വേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമർ ഇന്ററാക്ഷൻ പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജർമ്മൻ B2 തൊട്ട് C1 ലെവൽ വരെ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ജർമ്മനിയിൽ IT ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ ഓട്ടോമോട്ടീവ്, ബാങ്കിങ്, ഫിൻടെക്, ഹെൽത്ത്, AI എന്നിങ്ങനെ പല ഇൻഡസ്ട്രീസിൽ നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ജർമ്മനിയിലെ മേജർ ആയിട്ടുള്ള IT കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന IT കമ്പനീസ് ഒക്കെ എംപ്ലോയേഴ്സിന് മെയിൻ ആയിട്ട് ഗുഡ് സാലറിയും ഗുഡ് ബെനിഫിറ്റ്സും കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ആപ്പിൾ എന്നീ കമ്പനീസിലും ജർമ്മനിയിൽ ഓഫീസ് ഉണ്ട്. ജർമ്മൻ MNCs ആയ SAP, സീമെൻസ്, BMW, ബോഷ് എന്നീ കമ്പനീസ് ആണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ്. പിന്നെ നമ്മൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ BMW, മെർസിഡസ് ബെൻസ്, വോൾസ്വാഗൻ എന്നീ കമ്പനികളിൽ IT പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. പിന്നെ IT കൺസൾട്ടിംഗ് കമ്പനികൾ പോലുള്ള ആക്സെഞ്ചർ, ഇൻഫോസിസ്, TCS, വിപ്രോ, കാപ്ജെമിനി, ഡിലോയ്റ്റ് എന്നീ കമ്പനീസും IT പ്രൊഫഷണൽസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റാർട്ടപ്സ് ആൻഡ് സ്കെയിലപ്സിലേക്ക് വരികയാണെങ്കിൽ സെലോണിസ്, N26, ട്രേഡ് റിപ്പബ്ലിക് എന്നീ കമ്പനീസും നിറയെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. പല യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലെ വർക്ക് നമുക്ക് ജർമ്മനിൽ ഇരുന്നുകൊണ്ട് തന്നെ റിമോട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് B2 ലെവൽ മസ്റ്റ് ആയിട്ട് വേണം. കാരണം കസ്റ്റമർ ഇന്ററാക്ഷൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് നോക്കുകയാണെങ്കിൽ 35 to 40 hours പെർ വീക്ക് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് റിമോട്ട് ജോബ് ആണെങ്കിലും സെയിം തന്നെയാണ്. പിന്നെ വെക്കേഷൻ പെർ ഇയർ 30 days ആണ് വെക്കേഷൻ ടൈം. ഇനി നമുക്ക് സാലറീസിനെ കുറിച്ച് നോക്കാം. സാലറി ബേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്, സ്കിൽസ്, ലൊക്കേഷൻ ഇതൊക്കെ അടിസ്ഥാനം വെച്ചാണ് നമ്മൾ സാലറി കിട്ടുന്നത്. ഇപ്പൊ ഫ്രഷറായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെർ ഇയർ സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന 45,000 തൊട്ട് 55,000 euro വരെയാണ്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് സിറ്റീസ് ആയിട്ടുള്ള മ്യൂണിക്കിലൊക്കെ സ്റ്റാർട്ടിംഗ് സാലറി പെർ ഇയർ വരുന്ന 60,000 euros തൊട്ടാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്റ്റാർട്ടിംഗ് സാലറി 60,000 തൊട്ട് 80,000 euros വരെയാണ് പെർ ഇയർ കിട്ടുന്നത്. പിന്നെ 2025 സ്റ്റെപ്സ്റ്റോൺ റിപ്പോർട്ട് പ്രകാരം ഡിഗ്രി ഉള്ള IT പ്രൊഫഷണൽസിന് 67,250 euro പെർ ഇയറും ഡിഗ്രി ഇല്ലാത്ത IT പ്രൊഫഷണൽസിന് 53,500 euro പെർ ഇയറുമാണ് കിട്ടുന്നത്. ഈ കേസ് അനുസരിച്ച് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവരുടെയും ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യുന്നവരുടെയും വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ കമ്പനിയും ഈ സാലറി കിട്ടുന്നതിന് ഒരു പാർട്ടാണ്. വലിയ മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഹൈ ലെവൽ സാലറി ആയിരിക്കും കിട്ടുന്നത്. ഫിനാൻസ്, ഓട്ടോമോട്ടീവ്, ഫാർമസ്യൂട്ടിക്കൽ പോലുള്ള ഇൻഡസ്ട്രീസ് ഹൈ പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. കാരണം അവർക്ക് സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. ലിങ്ക്ഡിൻ, സ്റ്റെപ്സ്റ്റോൺ, സിങ്, ഗ്ലാസ്ഡോർ എന്നിവയാണ് മേജർ ആയിട്ടുള്ള ജർമ്മനിയിലെ ജോബ് പോർട്ടൽസ്. ഇവിടെ ഒരുപാട് IT ജോബ്സും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ IT ഫീൽഡിൽ മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ജർമ്മനി ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പും ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് കൂടാതെ നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാർട്ട് ടൈം ജോബ് കൂടെ ചെയ്യാൻ നോക്കുക. ഈ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന കാരണം ഒരു ഫുൾ ടൈം ജോബ് കിട്ടാൻ നമുക്ക് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഓൾ. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒരുപാട് IT പ്രൊഫഷണൽസ് ജോലി അന്വേഷിച്ച് ജർമ്മനി വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു IT ജോബ് ജർമ്മനിയിൽ നേടാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിന്റെ റിക്വയർമെന്റ്സ്, അതിന്റെ സാലറി എക്സ്പെക്ടേഷൻ എത്രയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്പർ 1, മിക്കവാറുള്ള IT ജോബ് പ്രൊഫൈൽസിനൊക്കെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആവശ്യമാണ്.
ആ ബാച്ചിലേഴ്സ് ഡിഗ്രി IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിലായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യമില്ല. ഏതെങ്കിലും ഫീൽഡിൽ ഹൈപ്പർ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യം. നമ്പർ 2, IT ഫീൽഡിലുള്ളവർക്ക് ജർമ്മനിയിൽ ഹൈലി പെയ്ഡ് ആയിട്ട് ഒരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലെ ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആവശ്യമില്ല. അതുപോലെ തന്നെ IT ഫീൽഡുകാർക്ക് മാത്രമാണ് ടെക്നിക്കലി ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ജോബ് കിട്ടാൻ ചാൻസ് കൂടുതൽ. നമ്പർ 3, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെന്നുള്ളതിൽ കാര്യമില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ പഠിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുറെ പ്രാക്ടിക്കൽ സ്കിൽസ് ലേൺ ചെയ്യുക, അതുപോലെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുക, പിന്നെ നമ്മൾ കുറെ പ്രോജക്ട്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ ജോബ് കിട്ടേണ്ട ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഓൺലൈൻ കോഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ ബോട്ട് ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിലും അവിടെയും നമ്മുടെ പ്രൊഫൈൽ ബൂസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോബ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. നമ്മൾ IT കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ ഔസ്ബിൽഡിംഗ്സും ഫാക് ഇൻഫർമാറ്റിക്കർ ചെയ്യുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ കയ്യിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ IT ഫീൽഡിൽ ജോബ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. നിറയെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവും. എക്സാമ്പിൾ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, സിസ്റ്റം അഡ്മിൻസ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗ്, IT പ്രോഡക്റ്റ് മാനേജർ, IT കൺസൾട്ടൻസ്. ഞാൻ ഈ പറഞ്ഞ പൊസിഷൻസിനെല്ലാം ആവറേജ് സാലറിക്ക് മുകളിലാണ് കിട്ടുന്നത്. നമ്പർ 5, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജ്. ഇപ്പൊ നമുക്ക് കസ്റ്റമറുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യേണ്ട പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല. കസ്റ്റമർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ വരുമ്പം ഉറപ്പായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം എന്ന് പറയേണ്ട കാരണമെന്ന് വെച്ചാൽ ഇവിടെ ജർമ്മൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കത്തുള്ളൂ, അവർ ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. സോ ഇന്ററാക്ഷൻ വേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമർ ഇന്ററാക്ഷൻ പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജർമ്മൻ B2 തൊട്ട് C1 ലെവൽ വരെ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ജർമ്മനിയിൽ IT ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ, ഓട്ടോമോട്ടീവ്, ബാങ്കിങ്, ഫിൻടെക്, ഹെൽത്ത്, AI എന്നിങ്ങനെ പല ഇൻഡസ്ട്രീസിൽ നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ജർമ്മനിയിലെ മേജർ ആയിട്ടുള്ള IT കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന IT കമ്പനീസ് ഒക്കെ എംപ്ലോയേഴ്സിന് മെയിൻ ആയിട്ട് ഗുഡ് സാലറിയും ഗുഡ് ബെനിഫിറ്റ്സും കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ആപ്പിൾ എന്നീ കമ്പനീസിലും ജർമ്മനിയിൽ ഓഫീസ് ഉണ്ട്. ജർമ്മൻ MNCs ആയ SAP, സീമെൻസ്, BMW, ബോഷ് എന്നീ കമ്പനീസ് ആണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ്. പിന്നെ നമ്മൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ BMW, മെർസിഡസ്, ബെൻസ്, വോൾസ്വാഗൻ എന്നീ കമ്പനികളിൽ IT പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. പിന്നെ IT കൺസൾട്ടിംഗ് കമ്പനികൾ പോലുള്ള ആക്സെഞ്ചർ, ഇൻഫോസിസ്, TCS, വിപ്രോ, കാപ്ജെമിനി, ഡിലോയ്റ്റ് എന്നീ കമ്പനീസും IT പ്രൊഫഷണൽസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റാർട്ടപ്സ് ആൻഡ് സ്കെയിലപ്സിലേക്ക് വരികയാണെങ്കിൽ സെലോണിസ്, N26, ട്രേഡ് റിപ്പബ്ലിക് എന്നീ കമ്പനീസും നിറയെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. പല യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലെ വർക്ക് നമുക്ക് ജർമ്മനിൽ ഇരുന്നുകൊണ്ട് തന്നെ റിമോട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് B2 ലെവൽ മസ്റ്റ് ആയിട്ട് വേണം. കാരണം കസ്റ്റമർ ഇന്ററാക്ഷൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് നോക്കുകയാണെങ്കിൽ 35 to 40 hours പെർ വീക്ക് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് റിമോട്ട് ജോബ് ആണെങ്കിലും സെയിം തന്നെയാണ്. പിന്നെ വെക്കേഷൻ പെർ ഇയർ 30 days ആണ് വെക്കേഷൻ ടൈം. ഇനി നമുക്ക് സാലറീസിനെ കുറിച്ച് നോക്കാം. സാലറി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്, സ്കിൽസ്, ലൊക്കേഷൻ ഇതൊക്കെ അടിസ്ഥാനം വെച്ചാണ് നമ്മൾ സാലറി കിട്ടുന്നത്. ഇപ്പൊ ഫ്രഷറായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെർ ഇയർ സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന 45,000 തൊട്ട് 55,000 euro വരെയാണ്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് സിറ്റീസ് ആയിട്ടുള്ള മ്യൂണിക്കിലൊക്കെ സ്റ്റാർട്ടിംഗ് സാലറി പെർ ഇയർ വരുന്ന 60,000 euros തൊട്ടാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്റ്റാർട്ടിംഗ് സാലറി 60,000 തൊട്ട് 80,000 euros വരെയാണ് പെർ ഇയർ കിട്ടുന്നത്. പിന്നെ 2025 സ്റ്റെപ്സ്റ്റോൺ റിപ്പോർട്ട് പ്രകാരം ഡിഗ്രി ഉള്ള IT പ്രൊഫഷണൽസിന് 67,250 euro പെർ ഇയറും ഡിഗ്രി ഇല്ലാത്ത IT പ്രൊഫഷണൽസിന് 53,500 euro പെർ ഇയറുമാണ് കിട്ടുന്നത്. ഈ കേസ് അനുസരിച്ച് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവരുടെയും ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യുന്നവരുടെയും വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ കമ്പനിയും ഈ സാലറി കിട്ടുന്നതിന് ഒരു പാർട്ടാണ്. വലിയ മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഹൈ ലെവൽ സാലറി ആയിരിക്കും കിട്ടുന്നത്. ഫിനാൻസ്, ഓട്ടോമോട്ടീവ്, ഫാർമസ്യൂട്ടിക്കൽ പോലുള്ള ഇൻഡസ്ട്രീസ് ഹൈ പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. കാരണം അവർക്ക് സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. ലിങ്ക്ഡിൻ, സ്റ്റെപ്സ്റ്റോൺ, സിങ്, ഗ്ലാസ്ഡോർ എന്നിവയാണ് മേജർ ആയിട്ടുള്ള ജർമ്മനിയിലെ ജോബ് പോർട്ടൽസ്. ഇവിടെ ഒരുപാട് IT ജോബ്സും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ IT ഫീൽഡിൽ മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ജർമ്മനി ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പും ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് കൂടാതെ നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാർട്ട് ടൈം ജോബ് കൂടെ ചെയ്യാൻ നോക്കുക. ഈ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന കാരണം ഒരു ഫുൾ ടൈം ജോബ് കിട്ടാൻ നമുക്ക് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഓൾ.
വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒരുപാട് IT പ്രൊഫഷണൽസ് ജോലി അന്വേഷിച്ച് ജർമ്മനി വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു IT ജോബ് ജർമ്മനിയിൽ നേടാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിന്റെ റിക്വയർമെന്റ്സ്, അതിന്റെ സാലറി എക്സ്പെക്ടേഷൻ എത്രയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്പർ 1, മിക്കവാറുള്ള IT ജോബ് പ്രൊഫൈൽസിനൊക്കെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആവശ്യമാണ്. ആ ബാച്ചിലേഴ്സ് ഡിഗ്രി IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിലായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യമില്ല. ഏതെങ്കിലും ഫീൽഡിൽ ഹൈപ്പർ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യം. നമ്പർ 2, IT ഫീൽഡിലുള്ളവർക്ക് ജർമ്മനിയിൽ ഹൈലി പെയ്ഡ് ആയിട്ട് ഒരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലെ ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആവശ്യമില്ല. അതുപോലെ തന്നെ IT ഫീൽഡുകാർക്ക് മാത്രമാണ് ടെക്നിക്കലി ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ജോബ് കിട്ടാൻ ചാൻസ് കൂടുതൽ. നമ്പർ 3, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെന്നുള്ളതിൽ കാര്യമില്ല. പക്ഷെ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ പഠിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുറെ പ്രാക്ടിക്കൽ സ്കിൽസ് ലേൺ ചെയ്യുക, അതുപോലെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുക, പിന്നെ നമ്മൾ കുറെ പ്രോജക്ട്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ ജോബ് കിട്ടേണ്ട ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഓൺലൈൻ കോഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ ബോട്ട് ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിലും അവിടെയും നമ്മുടെ പ്രൊഫൈൽ ബൂസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോബ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. നമ്മൾ IT കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ ഔസ്ബിൽഡിംഗ് ഫാക് ഇൻഫർമാറ്റിക്കർ ചെയ്യുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ കയ്യിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ IT ഫീൽഡിൽ ജോബ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. നിറയെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. എക്സാമ്പിൾ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, സിസ്റ്റം അഡ്മിൻസ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗ്, IT പ്രോഡക്റ്റ് മാനേജർ, IT കൺസൾട്ടൻസ്. ഞാൻ ഈ പറഞ്ഞ പൊസിഷൻസിനെല്ലാം ആവറേജ് സാലറിക്ക് മുകളിലാണ് കിട്ടുന്നത്. നമ്പർ 5, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജ്. ഇപ്പൊ നമുക്ക് കസ്റ്റമറുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യേണ്ട പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല. കസ്റ്റമർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ വരുമ്പോൾ ഉറപ്പായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം എന്ന് പറയേണ്ട കാരണം എന്ന് വെച്ചാൽ ഇവിടെ ജർമ്മൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കത്തുള്ളൂ, അവർ ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. സോ ഇന്ററാക്ഷൻ വേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമർ ഇന്ററാക്ഷൻ പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജർമ്മൻ B2 തൊട്ട് C1 ലെവൽ വരെ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ജർമ്മനിയിൽ IT ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ, ഓട്ടോമോട്ടീവ്, ബാങ്കിങ്, ഫിൻടെക്, ഹെൽത്ത്, AI എന്നിങ്ങനെ പല ഇൻഡസ്ട്രീസിലും നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ജർമ്മനിയിലെ മേജർ ആയിട്ടുള്ള IT കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഞാൻ ഈ പറയാൻ പോണ IT കമ്പനീസ് ഒക്കെ എംപ്ലോയേഴ്സിന് മെയിൻ ആയിട്ട് ഗുഡ് സാലറിയും ഗുഡ് ബെനിഫിറ്റ്സും കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ആപ്പിൾ എന്നീ കമ്പനീസിലും ജർമ്മനിയിൽ ഓഫീസ് ഉണ്ട്. ജർമ്മൻ MNCs ആയ SAP, സീമെൻസ്, BMW, ബോഷ് എന്നീ കമ്പനീസ് ആണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ്. പിന്നെ നമ്മൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ BMW, മെർസിഡസ് ബെൻസ്, വോൾസ്വാഗൻ എന്നീ കമ്പനികളിൽ IT പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. പിന്നെ IT കൺസൾട്ടിംഗ് കമ്പനികൾ പോലുള്ള ആക്സെഞ്ചർ, ഇൻഫോസിസ്, TCS, വിപ്രോ, കാപ്ജെമിനി, ഡിലോയ്റ്റ് എന്നീ കമ്പനീസും IT പ്രൊഫഷണൽസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റാർട്ടപ്സ് ആൻഡ് സ്കെയിലപ്സിലേക്ക് വരികയാണെങ്കിൽ സെലോണിസ്, N26, ട്രേഡ് റിപ്പബ്ലിക് എന്നീ കമ്പനീസും നിറയെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. പല യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലെ വർക്ക് നമുക്ക് ജർമ്മനിയിൽ ഇരുന്നുകൊണ്ട് തന്നെ റിമോട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് B2 ലെവൽ മസ്റ്റ് ആയിട്ട് വേണം. കാരണം കസ്റ്റമർ ഇന്ററാക്ഷൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് നോക്കുകയാണെങ്കിൽ 35 to 40 hours പെർ വീക്ക് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് റിമോട്ട് ജോബ് ആണെങ്കിലും സെയിം തന്നെയാണ്. പിന്നെ വെക്കേഷൻ പെർ ഇയർ 30 days ആണ് വെക്കേഷൻ ടൈം. ഇനി നമുക്ക് സാലറീസിനെ കുറിച്ച് നോക്കാം. സാലറി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്, സ്കിൽസ്, ലൊക്കേഷൻ ഇതൊക്കെ അടിസ്ഥാനം വെച്ചാണ് നമ്മൾ സാലറി കിട്ടുന്നത്. ഇപ്പൊ ഫ്രഷറായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെർ ഇയർ സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന 45,000 തൊട്ട് 55,000 euro വരെയാണ്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് സിറ്റീസ് ആയ മ്യൂണിക്കിലൊക്കെ സ്റ്റാർട്ടിംഗ് സാലറി പെർ ഇയർ വരുന്ന 60,000 euros തൊട്ടാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്റ്റാർട്ടിംഗ് സാലറി 60,000 തൊട്ട് 80,000 euros വരെയാണ് പെർ ഇയർ കിട്ടുന്നത്. പിന്നെ 2025 സ്റ്റെപ്സ്റ്റോൺ റിപ്പോർട്ട് പ്രകാരം ഡിഗ്രി ഉള്ള IT പ്രൊഫഷണൽസിന് 67,250 euro പെർ ഇയറും ഡിഗ്രി ഇല്ലാത്ത IT പ്രൊഫഷണൽസിന് 53,500 euro പെർ ഇയറുമാണ് കിട്ടുന്നത്. ഈ കേസ് അനുസരിച്ച് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവരുടെയും ബാച്ചലേഴ്സ് ഡിഗ്രി ചെയ്യുന്നവരുടെയും വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ കമ്പനിയും ഈ സാലറി കിട്ടുന്നതിന് ഒരു പാർട്ടാണ്. വലിയ മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഹൈ ലെവൽ സാലറി ആയിരിക്കും കിട്ടുന്നത്. ഫിനാൻസ്, ഓട്ടോമോട്ടീവ്, ഫാർമസ്യൂട്ടിക്കൽ പോലുള്ള ഇൻഡസ്ട്രീസ് ഹൈ പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. കാരണം അവർക്ക് സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. ലിങ്ക്ഡിൻ, സ്റ്റെപ്സ്റ്റോൺ, സിങ്, ഗ്ലാസ്ഡോർ എന്നിവയാണ് മേജർ ആയിട്ടുള്ള
ജർമ്മനിയിലെ ജോബ് പോർട്ടൽസ്. ഇവിടെ ഒരുപാട് IT ജോബ്സും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ IT ഫീൽഡിൽ മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ജർമ്മനി ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പും ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് കൂടാതെ നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാർട്ട് ടൈം ജോബ് കൂടെ ചെയ്യാൻ നോക്കുക. ഈ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന കാരണം ഒരു ഫുൾ ടൈം ജോബ് കിട്ടാൻ നമുക്ക് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഓൾ. ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒരുപാട് IT പ്രൊഫഷണൽസ് ജോലി അന്വേഷിച്ച് ജർമ്മനി വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു IT ജോബ് ജർമ്മനിയിൽ നേടാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിന്റെ റിക്വയർമെന്റ്സ്, അതിന്റെ സാലറി എക്സ്പെക്ടേഷൻ എത്രയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്പർ 1, മിക്കവാറുള്ള IT ജോബ് പ്രൊഫൈൽസിനൊക്കെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആവശ്യമാണ്. ആ ബാച്ചിലേഴ്സ് ഡിഗ്രി IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിലായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യമില്ല. ഏതെങ്കിലും ഫീൽഡിൽ ഹൈപ്പർ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യം. നമ്പർ 2, IT ഫീൽഡിലുള്ളവർക്ക് ജർമ്മനിയിൽ ഹൈലി പെയ്ഡ് ആയിട്ട് ഒരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലെ ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആവശ്യമില്ല. അതുപോലെ തന്നെ IT ഫീൽഡുകാർക്ക് മാത്രമാണ് ടെക്നിക്കലി ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ജോബ് കിട്ടാൻ ചാൻസ് കൂടുതൽ. നമ്പർ 3, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെന്നുള്ളതിൽ കാര്യമില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ പഠിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുറെ പ്രാക്ടിക്കൽ സ്കിൽസ് ലേൺ ചെയ്യുക, അതുപോലെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുക, പിന്നെ നമ്മൾ കുറെ പ്രോജക്ട്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ ജോബ് കിട്ടേണ്ട ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഓൺലൈൻ കോഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ ബോർഡ് ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിലും അവിടെയും നമ്മുടെ പ്രൊഫൈൽ ബൂസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോബ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. നമ്മൾ IT കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ ഔസ്ബിൽഡിംഗ്സും ഫാക് ഇൻഫർമാറ്റിക്കർ ചെയ്യുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ കയ്യിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ IT ഫീൽഡിൽ ജോബ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. നിറയെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവും. എക്സാമ്പിൾ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, സിസ്റ്റം അഡ്മിൻസ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗ്, IT പ്രോഡക്റ്റ് മാനേജർ, IT കൺസൾട്ടൻസ്. ഞാൻ ഈ പറഞ്ഞ പൊസിഷൻസിനെല്ലാം ആവറേജ് സാലറിക്ക് മുകളിലാണ് കിട്ടുന്നത്. നമ്പർ 5, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജ്. ഇപ്പൊ നമുക്ക് കസ്റ്റമറുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യേണ്ട പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല. കസ്റ്റമർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ വരുമ്പം ഉറപ്പായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം എന്ന് പറയേണ്ട കാരണമെന്ന് വെച്ചാൽ ഇവിടെ ജർമ്മൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കത്തുള്ളൂ. അവർ ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. സോ ഇന്ററാക്ഷൻ വേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമർ ഇന്ററാക്ഷൻ പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജർമ്മൻ B2 തൊട്ട് C1 ലെവൽ വരെ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ജർമ്മനിയിൽ IT ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ, ഓട്ടോമോട്ടീവ്, ബാങ്കിങ്, ഫിൻടെക്, ഹെൽത്ത്, AI എന്നിങ്ങനെ പല ഇൻഡസ്ട്രീസിലും നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ജർമ്മനിയിലെ മേജർ ആയിട്ടുള്ള IT കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന IT കമ്പനീസ് ഒക്കെ എംപ്ലോയേഴ്സിന് മെയിൻ ആയിട്ട് ഗുഡ് സാലറിയും ഗുഡ് ബെനിഫിറ്റ്സും കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ആപ്പിൾ എന്നീ കമ്പനീസിലും ജർമ്മനിയിൽ ഓഫീസ് ഉണ്ട്. ജർമ്മൻ MNCs ആയ SAP, സീമെൻസ്, BMW, ബോഷ് എന്നീ കമ്പനീസ് ആണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ്. പിന്നെ നമ്മൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ BMW, മെർസിഡസ് ബെൻസ്, വോൾസ്വാഗൻ എന്നീ കമ്പനികളിൽ IT പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. പിന്നെ IT കൺസൾട്ടിംഗ് കമ്പനികൾ പോലുള്ള ആക്സെഞ്ചർ, ഇൻഫോസിസ്, TCS, വിപ്രോ, കാപ്ജെമിനി, ഡിലോയ്റ്റ് എന്നീ കമ്പനീസും IT പ്രൊഫഷണൽസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റാർട്ടപ്സ് ആൻഡ് സ്കെയിലപ്സിലേക്ക് വരികയാണെങ്കിൽ സെലോണിസ്, N26, ട്രേഡ് റിപ്പബ്ലിക് എന്നീ കമ്പനീസും നിറയെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. പല യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലെ വർക്ക് നമുക്ക് ജർമ്മനിൽ ഇരുന്നുകൊണ്ട് തന്നെ റിമോട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് B2 ലെവൽ മസ്റ്റ് ആയിട്ട് വേണം. കാരണം കസ്റ്റമർ ഇന്ററാക്ഷൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് നോക്കുകയാണെങ്കിൽ 35 to 40 hours പെർ വീക്ക് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് റിമോട്ട് ജോബ് ആണെങ്കിലും സെയിം തന്നെയാണ്. പിന്നെ വെക്കേഷൻ പെർ ഇയർ 30 days ആണ് വെക്കേഷൻ ടൈം. ഇനി നമുക്ക് സാലറീസിനെ കുറിച്ച് നോക്കാം. സാലറി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്, സ്കിൽസ്, ലൊക്കേഷൻ ഇതൊക്കെ അടിസ്ഥാനം വെച്ചാണ് നമ്മൾ സാലറി കിട്ടുന്നത്. ഇപ്പൊ ഫ്രഷറായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെർ ഇയർ സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന 45,000 തൊട്ട് 55,000 euro വരെയാണ്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് സിറ്റീസ് ആയിട്ടുള്ള മ്യൂണിക്കിലൊക്കെ സ്റ്റാർട്ടിംഗ് സാലറി പെർ ഇയർ വരുന്ന 60,000 euros തൊട്ടാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്റ്റാർട്ടിംഗ് സാലറി 60,000 തൊട്ട് 80,000 euros വരെയാണ് പെർ ഇയർ കിട്ടുന്നത്. പിന്നെ 2025 സ്റ്റെപ്സ്റ്റോൺ റിപ്പോർട്ട് പ്രകാരം ഡിഗ്രി ഉള്ള IT പ്രൊഫഷണൽസിന്
€67,250 പെർ ഇയറും ഡിഗ്രി ഇല്ലാത്ത IT പ്രൊഫഷണൽസിന് €53,500 പെർ ഇയറുമാണ് കിട്ടുന്നത്. ഈ കേസ് അനുസരിച്ച് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവരുടെയും ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യുന്നവരുടെയും വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ കമ്പനിയും ഈ സാലറി കിട്ടുന്നതിന് ഒരു പാർട്ടാണ്. വലിയ മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഹൈ ലെവൽ സാലറി ആയിരിക്കും കിട്ടുന്നത്. ഫിനാൻസ്, ഓട്ടോമോട്ടീവ്, ഫാർമസ്യൂട്ടിക്കൽ പോലുള്ള ഇൻഡസ്ട്രീസ് ഹൈ പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. കാരണം അവർക്ക് സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. ലിങ്ക്ഡിൻ, സ്റ്റെപ്സ്റ്റോൺ, സിങ്, ഗ്ലാസ്ഡോർ എന്നിവയാണ് മേജർ ആയിട്ടുള്ള ജർമ്മനിയിലെ ജോബ് പോർട്ടൽസ്. ഇവിടെ ഒരുപാട് IT ജോബ്സും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ IT ഫീൽഡിൽ മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ജർമ്മനി ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പും ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് കൂടാതെ നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാർട്ട് ടൈം ജോബ് കൂടെ ചെയ്യാൻ നോക്കുക. ഈ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന കാരണം ഒരു ഫുൾ ടൈം ജോബ് കിട്ടാൻ നമുക്ക് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഓൾ. ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒരുപാട് IT പ്രൊഫഷണൽസ് ജോലി അന്വേഷിച്ച് ജർമ്മനി വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു IT ജോബ് ജർമ്മനിയിൽ നേടാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിന്റെ റിക്വയർമെന്റ്സ്, അതിന്റെ സാലറി എക്സ്പെക്ടേഷൻ എത്രയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്പർ 1, മിക്കവാറുള്ള IT ജോബ് പ്രൊഫൈൽസിനൊക്കെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആവശ്യമാണ്. ആ ബാച്ചിലേഴ്സ് ഡിഗ്രി IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിലായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യമില്ല. ഏതെങ്കിലും ഫീൽഡിൽ ഹൈപ്പർ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യം. നമ്പർ 2, IT ഫീൽഡിലുള്ളവർക്ക് ജർമ്മനിയിൽ ഹൈലി പെയ്ഡ് ആയിട്ട് ഒരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലെ ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആവശ്യമില്ല. അതുപോലെ തന്നെ IT ഫീൽഡുകാർക്ക് മാത്രമാണ് ടെക്നിക്കലി ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ജോബ് കിട്ടാൻ ചാൻസ് കൂടുതൽ. നമ്പർ 3, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെന്നുള്ളതിൽ കാര്യമില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ പഠിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുറെ പ്രാക്ടിക്കൽ സ്കിൽസ് ലേൺ ചെയ്യുക, അതുപോലെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുക, പിന്നെ നമ്മൾ കുറെ പ്രോജക്ട്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ ജോബ് കിട്ടേണ്ട ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഓൺലൈൻ കോഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ ബോട്ട് ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിലും അവിടെയും നമ്മുടെ പ്രൊഫൈൽ ബൂസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോബ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. നമ്മൾ IT കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ ഹൗസ് ബിൽഡിംഗ്സും ഫാക് ഇൻഫർമാറ്റിക്കർ ചെയ്യുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ കയ്യിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ IT ഫീൽഡിൽ ജോബ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. നിറയെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. എക്സാമ്പിൾ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, സിസ്റ്റം അഡ്മിൻസ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗ്, IT പ്രോഡക്റ്റ് മാനേജർ, IT കൺസൾട്ടൻസ്. ഞാൻ ഈ പറഞ്ഞ പൊസിഷൻസിനെല്ലാം ആവറേജ് സാലറിക്ക് മുകളിലാണ് കിട്ടുന്നത്. നമ്പർ 5, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജ്. ഇപ്പൊ നമുക്ക് കസ്റ്റമറുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യേണ്ട പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല. കസ്റ്റമർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ വരുമ്പം ഉറപ്പായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം എന്ന് പറയേണ്ട കാരണമെന്ന് വെച്ചാൽ ഇവിടെ ജർമ്മൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കത്തുള്ളൂ. അവർ ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. സോ ഇന്ററാക്ഷൻ വേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമർ ഇന്ററാക്ഷൻ പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജർമ്മൻ B2 തൊട്ട് C1 ലെവൽ വരെ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ജർമ്മനിയിൽ IT ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ, ഓട്ടോമോട്ടീവ്, ബാങ്കിങ്, ഫിൻടെക്, ഹെൽത്ത്, AI എന്നിങ്ങനെ പല ഇൻഡസ്ട്രീസിൽ നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ജർമ്മനിയിലെ മേജർ ആയിട്ടുള്ള IT കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന IT കമ്പനീസ് ഒക്കെ എംപ്ലോയേഴ്സിന് മെയിൻ ആയിട്ട് ഗുഡ് സാലറിയും ഗുഡ് ബെനിഫിറ്റ്സും കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ആപ്പിൾ എന്നീ കമ്പനീസിലും ജർമ്മനിയിൽ ഓഫീസ് ഉണ്ട്. ജർമ്മൻ MNCs ആയ SAP, സീമെൻസ്, BMW, ബോഷ് എന്നീ കമ്പനീസ് ആണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ്. പിന്നെ നമ്മൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ BMW, മെർസിഡസ്, ബെൻസ്, വോൾസ്വാഗൻ എന്നീ കമ്പനികളിൽ IT പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. പിന്നെ IT കൺസൾട്ടിംഗ് കമ്പനികൾ പോലുള്ള ആക്സെഞ്ചർ, ഇൻഫോസിസ്, TCS, വിപ്രോ, കാപ്ജെമിനി, ഡിലോയ്റ്റ് എന്നീ കമ്പനീസും IT പ്രൊഫഷണൽസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റാർട്ടപ്സ് ആൻഡ് സ്കെയിലപ്സിലേക്ക് വരികയാണെങ്കിൽ സെലോണിസ്, N26, ട്രേഡ് റിപ്പബ്ലിക് എന്നീ കമ്പനീസും നിറയെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. പല യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലെ വർക്ക് നമുക്ക് ജർമ്മനിയിൽ ഇരുന്നുകൊണ്ട് തന്നെ റിമോട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് B2 ലെവൽ മസ്റ്റ് ആയിട്ട് വേണം. കാരണം കസ്റ്റമർ ഇന്ററാക്ഷൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് നോക്കുകയാണെങ്കിൽ 35 to 40 hours പെർ വീക്ക് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും.
അത് റിമോട്ട് ജോബ് ആണെങ്കിലും സെയിം തന്നെയാണ്. പിന്നെ വെക്കേഷൻ പെർ ഇയർ 30 days ആണ് വെക്കേഷൻ ടൈം. ഇനി നമുക്ക് സാലറീസിനെ കുറിച്ച് നോക്കാം. സാലറി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്, സ്കിൽസ്, ലൊക്കേഷൻ ഇതൊക്കെ അടിസ്ഥാനം വെച്ചാണ് നമ്മൾ സാലറി കിട്ടുന്നത്. ഇപ്പൊ ഫ്രഷറായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെർ ഇയർ സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന 45,000 തൊട്ട് 55,000 euro വരെയാണ്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് സിറ്റീസ് ആയിട്ടുള്ള മ്യൂണിക്കിലൊക്കെ സ്റ്റാർട്ടിംഗ് സാലറി പെർ ഇയർ വരുന്ന 60,000 euros തൊട്ടാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്റ്റാർട്ടിംഗ് സാലറി 60,000 തൊട്ട് 80,000 euros വരെയാണ് പെർ ഇയർ കിട്ടുന്നത്. പിന്നെ 2025 സ്റ്റെപ്സ്റ്റോൺ റിപ്പോർട്ട് പ്രകാരം ഡിഗ്രി ഉള്ള IT പ്രൊഫഷണൽസിന് 67,250 euro പെർ ഇയറും ഡിഗ്രി ഇല്ലാത്ത IT പ്രൊഫഷണൽസിന് 53,500 euro പെർ ഇയറുമാണ് കിട്ടുന്നത്. ഈ കേസ് അനുസരിച്ച് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവരുടെയും ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യുന്നവരുടെയും വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ കമ്പനിയും ഈ സാലറി കിട്ടുന്നതിന് ഒരു പാർട്ടാണ്. വലിയ മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഹൈ ലെവൽ സാലറി ആയിരിക്കും കിട്ടുന്നത്. ഫിനാൻസ്, ഓട്ടോമോട്ടീവ്, ഫാർമസ്യൂട്ടിക്കൽ പോലുള്ള ഇൻഡസ്ട്രീസ് ഹൈ പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. കാരണം അവർക്ക് സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. ലിങ്ക്ഡിൻ, സ്റ്റെപ്സ്റ്റോൺ, സിങ്, ഗ്ലാസ്ഡോർ എന്നിവയാണ് മേജർ ആയിട്ടുള്ള ജർമ്മനിയിലെ ജോബ് പോർട്ടൽസ്. ഇവിടെ ഒരുപാട് IT ജോബ്സും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ IT ഫീൽഡിൽ മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ജർമ്മനി ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പും ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് കൂടാതെ നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാർട്ട് ടൈം ജോബ് കൂടെ ചെയ്യാൻ നോക്കുക. ഈ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന കാരണം ഒരു ഫുൾ ടൈം ജോബ് കിട്ടാൻ നമുക്ക് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഓൾ. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒരുപാട് IT പ്രൊഫഷണൽസ് ജോലി അന്വേഷിച്ച് ജർമ്മനി വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു IT ജോബ് ജർമ്മനിയിൽ നേടാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിന്റെ റിക്വയർമെന്റ്സ്, അതിന്റെ സാലറി എക്സ്പെക്ടേഷൻ എത്രയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്പർ 1, മിക്കവാറുള്ള IT ജോബ് പ്രൊഫൈൽസിനൊക്കെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആവശ്യമാണ്. ആ ബാച്ചിലേഴ്സ് ഡിഗ്രി IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിലായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യമില്ല. ഏതെങ്കിലും ഫീൽഡിൽ ഹൈപ്പർ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യം. നമ്പർ 2, IT ഫീൽഡിലുള്ളവർക്ക് ജർമ്മനിയിൽ ഹൈലി പെയ്ഡ് ആയിട്ട് ഒരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലെ ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആവശ്യമില്ല. അതുപോലെ തന്നെ IT ഫീൽഡുകാർക്ക് മാത്രമാണ് ടെക്നിക്കലി ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ജോബ് കിട്ടാൻ ചാൻസ് കൂടുതൽ. നമ്പർ 3, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെന്നുള്ളതിൽ കാര്യമില്ല. പക്ഷെ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ പഠിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുറെ പ്രാക്ടിക്കൽ സ്കിൽസ് ലേൺ ചെയ്യുക, അതുപോലെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുക, പിന്നെ നമ്മൾ കുറെ പ്രോജക്ട്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ ജോബ് കിട്ടേണ്ട ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഓൺലൈൻ കോഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ ബോട്ട് ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിലും അവിടെയും നമ്മുടെ പ്രൊഫൈൽ ബൂസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോബ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. നമ്മൾ IT കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ ഹൗസ് ബിൽഡിംഗ്സും ഫാക് ഇൻഫർമാറ്റിക്കർ ചെയ്യുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ കയ്യിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ IT ഫീൽഡിൽ ജോബ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. നിറയെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവും. എക്സാമ്പിൾ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, സിസ്റ്റം അഡ്മിൻസ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗ്, IT പ്രോഡക്റ്റ് മാനേജർ, IT കൺസൾട്ടൻസ്. ഞാൻ ഈ പറഞ്ഞ പൊസിഷൻസിനെല്ലാം ആവറേജ് സാലറിക്ക് മുകളിലാണ് കിട്ടുന്നത്. നമ്പർ 5, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജ്. ഇപ്പൊ നമുക്ക് കസ്റ്റമറുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യേണ്ട പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല. കസ്റ്റമർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ വരുമ്പം ഉറപ്പായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം എന്ന് പറയേണ്ട കാരണമെന്ന് വെച്ചാൽ ഇവിടെ ജർമ്മൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കത്തുള്ളൂ. അവർ ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. സോ ഇന്ററാക്ഷൻ വേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമർ ഇന്ററാക്ഷൻ പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജർമ്മൻ B2 തൊട്ട് C1 ലെവൽ വരെ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ജർമ്മനിയിൽ IT ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ, ഓട്ടോമോട്ടീവ്, ബാങ്കിങ്, ഫിൻടെക്, ഹെൽത്ത്, AI എന്നിങ്ങനെ പല ഇൻഡസ്ട്രീസിലും നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ജർമ്മനിയിലെ മേജർ ആയിട്ടുള്ള IT കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഞാൻ ഈ പറയാൻ പോണ IT കമ്പനീസ് ഒക്കെ എംപ്ലോയേഴ്സിന് മെയിൻ ആയിട്ട് ഗുഡ് സാലറിയും ഗുഡ് ബെനിഫിറ്റ്സും കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ആപ്പിൾ എന്നീ കമ്പനീസിലും ജർമ്മനിയിൽ ഓഫീസ് ഉണ്ട്.
ജർമ്മൻ MNCs ആയ SAP, സീമെൻസ്, BMW, ബോഷ് എന്നീ കമ്പനീസ് ആണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ്. പിന്നെ നമ്മൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ BMW, മെർസിഡസ് ബെൻസ്, വോക്സ്വാഗൻ എന്നീ കമ്പനികളിൽ IT പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. പിന്നെ IT കൺസൾട്ടിംഗ് കമ്പനികൾ പോലുള്ള ആക്സെഞ്ചർ, ഇൻഫോസിസ്, TCS, വിപ്രോ, കാപ്ജെമിനി, ഡിലോയ്റ്റ് എന്നീ കമ്പനീസും IT പ്രൊഫഷണൽസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റാർട്ടപ്സ് ആൻഡ് സ്കെയിലപ്സിലേക്ക് വരികയാണെങ്കിൽ സെലോണിസ്, N26, ട്രേഡ് റിപ്പബ്ലിക് എന്നീ കമ്പനീസും നിറയെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. പല യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലെ വർക്ക് നമുക്ക് ജർമ്മനിൽ ഇരുന്നുകൊണ്ട് തന്നെ റിമോട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് B2 ലെവൽ മസ്റ്റ് ആയിട്ട് വേണം. കാരണം കസ്റ്റമർ ഇന്ററാക്ഷൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് നോക്കുകയാണെങ്കിൽ 35 to 40 hours പെർ വീക്ക് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് റിമോട്ട് ജോബ് ആണെങ്കിലും സെയിം തന്നെയാണ്. പിന്നെ വെക്കേഷൻ പെർ ഇയർ 30 days ആണ് വെക്കേഷൻ ടൈം. ഇനി നമുക്ക് സാലറീസിനെ കുറിച്ച് നോക്കാം. സാലറി ബേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്, സ്കിൽസ്, ലൊക്കേഷൻ ഇതൊക്കെ അടിസ്ഥാനം വെച്ചാണ് നമ്മൾ സാലറി കിട്ടുന്നത്. ഇപ്പൊ ഫ്രഷറായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെർ ഇയർ സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന 45,000 തൊട്ട് 55,000 euro വരെയാണ്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് സിറ്റീസ് ആയ മ്യൂണിക്കിലൊക്കെ സ്റ്റാർട്ടിംഗ് സാലറി പെർ ഇയർ വരുന്ന 60,000 euros തൊട്ടാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്റ്റാർട്ടിംഗ് സാലറി 60,000 തൊട്ട് 80,000 euros വരെയാണ് പെർ ഇയർ കിട്ടുന്നത്. പിന്നെ 2025 സ്റ്റെപ്സ്റ്റോൺ റിപ്പോർട്ട് പ്രകാരം ഡിഗ്രി ഉള്ള IT പ്രൊഫഷണൽസിന് 67,250 euro പെർ ഇയറും ഡിഗ്രി ഇല്ലാത്ത IT പ്രൊഫഷണൽസിന് 53,500 euro പെർ ഇയറുമാണ് കിട്ടുന്നത്. ഈ കേസ് അനുസരിച്ച് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവരുടെയും ബാച്ചലേഴ്സ് ഡിഗ്രി ചെയ്യുന്നവരുടെയും വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ കമ്പനിയും ഈ സാലറി കിട്ടുന്നതിന് ഒരു പാർട്ടാണ്. വലിയ മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഹൈ ലെവൽ സാലറി ആയിരിക്കും കിട്ടുന്നത്. ഫിനാൻസ്, ഓട്ടോമോട്ടീവ്, ഫാർമസ്യൂട്ടിക്കൽ പോലുള്ള ഇൻഡസ്ട്രീസ് ഹൈ പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. കാരണം അവർക്ക് സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. ലിങ്ക്ഡിൻ, സ്റ്റെപ്സ്റ്റോൺ, സിങ്, ഗ്ലാസ്ഡോർ എന്നിവയാണ് മേജർ ആയിട്ടുള്ള ജർമ്മനിയിലെ ജോബ് പോർട്ടൽസ്. ഇവിടെ ഒരുപാട് IT ജോബ്സും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ IT ഫീൽഡിൽ മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ജർമ്മനി ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പും ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് കൂടാതെ നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാർട്ട് ടൈം ജോബ് കൂടെ ചെയ്യാൻ നോക്കുക. ഈ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന കാരണം ഒരു ഫുൾ ടൈം ജോബ് കിട്ടാൻ നമുക്ക് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഓൾ. വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒരുപാട് IT പ്രൊഫഷണൽസ് ജോലി അന്വേഷിച്ച് ജർമ്മനി വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു IT ജോബ് ജർമ്മനിയിൽ നേടാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിന്റെ റിക്വയർമെന്റ്സ്, അതിന്റെ സാലറി എക്സ്പെക്ടേഷൻ എത്രയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്പർ 1, മിക്കവാറുള്ള IT ജോബ് പ്രൊഫൈൽസിനൊക്കെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആവശ്യമാണ്. ആ ബാച്ചിലേഴ്സ് ഡിഗ്രി IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിലായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യമില്ല. ഏതെങ്കിലും ഫീൽഡിൽ ഹൈപ്പർ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യം. നമ്പർ 2, IT ഫീൽഡിലുള്ളവർക്ക് ജർമ്മനിയിൽ ഹൈലി പെയ്ഡ് ആയിട്ട് ഒരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലെ ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആവശ്യമില്ല. അതുപോലെ തന്നെ IT ഫീൽഡുകാർക്ക് മാത്രമാണ് ടെക്നിക്കലി ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ജോബ് കിട്ടാൻ ചാൻസ് കൂടുതൽ. നമ്പർ 3, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെന്നുള്ളതിൽ കാര്യമില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ പഠിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുറെ പ്രാക്ടിക്കൽ സ്കിൽസ് ലേൺ ചെയ്യുക, അതുപോലെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുക, പിന്നെ നമ്മൾ കുറെ പ്രോജക്ട്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ ജോബ് കിട്ടേണ്ട ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഓൺലൈൻ കോഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ ബോട്ട് ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിലും അവിടെയും നമ്മളെ പ്രൊഫൈൽ ബൂസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോബ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. നമ്മൾ IT കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ ഹൗസ് ബിൽഡിംഗ്സും ഫാക് ഇൻഫോമാറ്റിക്കർ ചെയ്യുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ കയ്യിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ IT ഫീൽഡിൽ ജോബ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. നിറയെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവും. എക്സാമ്പിൾ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, സിസ്റ്റം അഡ്മിൻസ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗ്, IT പ്രോഡക്റ്റ് മാനേജർ, IT കൺസൾട്ടൻസ്. ഞാൻ ഈ പറഞ്ഞ പൊസിഷൻസിനെല്ലാം ആവറേജ് സാലറിക്ക് മുകളിലാണ് കിട്ടുന്നത്. നമ്പർ 5, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജ്. ഇപ്പൊ നമുക്ക് കസ്റ്റമറുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യേണ്ട പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല. കസ്റ്റമർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ വരുമ്പം ഉറപ്പായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം എന്ന് പറയേണ്ട കാരണം എന്ന് വെച്ചാൽ
ഇവിടെ ജർമ്മൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കത്തുള്ളൂ, അവർ ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. സോ ഇന്ററാക്ഷൻ വേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമർ ഇന്ററാക്ഷൻ പ്രോജക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജർമ്മൻ B2 തൊട്ട് C1 ലെവൽ വരെ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ജർമ്മനിയിൽ IT ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ ഓട്ടോമോട്ടീവ്, ബാങ്കിങ്, ഫിൻടെക്, ഹെൽത്ത്, AI എന്നിങ്ങനെ പല ഇൻഡസ്ട്രീസിലും നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ജർമ്മനിയിലെ മേജർ ആയിട്ടുള്ള IT കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന IT കമ്പനീസ് ഒക്കെ എംപ്ലോയേഴ്സിന് മെയിൻ ആയിട്ട് ഗുഡ് സാലറിയും ഗുഡ് ബെനിഫിറ്റ്സും കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ആപ്പിൾ എന്നീ കമ്പനീസിലും ജർമ്മനിയിൽ ഓഫീസ് ഉണ്ട്. ജർമ്മൻ MNCs ആയ SAP, സീമെൻസ്, BMW, ബോഷ് എന്നീ കമ്പനീസ് ആണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ്. പിന്നെ നമ്മൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ BMW, മെർസിഡസ് ബെൻസ്, വോൾസ്വാഗൻ എന്നീ കമ്പനികളിൽ IT പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. പിന്നെ IT കൺസൾട്ടിംഗ് കമ്പനികൾ പോലുള്ള ആക്സെഞ്ചർ, ഇൻഫോസിസ്, TCS, വിപ്രോ, കാപ്ജെമിനി, ഡിലോയ്റ്റ് എന്നീ കമ്പനീസും IT പ്രൊഫഷണൽസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റാർട്ടപ്സ് ആൻഡ് സ്കെയിലപ്സിലേക്ക് വരികയാണെങ്കിൽ സെലോണിസ്, N26, ട്രേഡ് റിപ്പബ്ലിക് എന്നീ കമ്പനീസും നിറയെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. പല യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലെ വർക്ക് നമുക്ക് ജർമ്മനിൽ ഇരുന്നുകൊണ്ട് തന്നെ റിമോട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് B2 ലെവൽ മസ്റ്റ് ആയിട്ട് വേണം. കാരണം കസ്റ്റമർ ഇന്ററാക്ഷൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് നോക്കുകയാണെങ്കിൽ 35 to 40 hours പെർ വീക്ക് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് റിമോട്ട് ജോബ് ആണെങ്കിലും സെയിം തന്നെയാണ്. പിന്നെ വെക്കേഷൻ പെർ ഇയർ 30 days ആണ് വെക്കേഷൻ ടൈം. ഇനി നമുക്ക് സാലറീസിനെ കുറിച്ച് നോക്കാം. സാലറി ബേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്, സ്കിൽസ്, ലൊക്കേഷൻ ഇതൊക്കെ അടിസ്ഥാനം വെച്ചാണ് നമ്മൾ സാലറി കിട്ടുന്നത്. ഇപ്പൊ ഫ്രഷറായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെർ ഇയർ സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന 45,000 തൊട്ട് 55,000 euro വരെയാണ്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് സിറ്റീസ് ആയിട്ടുള്ള മ്യൂണിക്കിലൊക്കെ സ്റ്റാർട്ടിംഗ് സാലറി പെർ ഇയർ വരുന്ന 60,000 euros തൊട്ടാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്റ്റാർട്ടിംഗ് സാലറി 60,000 തൊട്ട് 80,000 euros വരെയാണ് പെർ ഇയർ കിട്ടുന്നത്. പിന്നെ 2025 സ്റ്റെപ്സ്റ്റോൺ റിപ്പോർട്ട് പ്രകാരം ഡിഗ്രി ഉള്ള IT പ്രൊഫഷണൽസിന് 67,250 euro പെർ ഇയറും ഡിഗ്രി ഇല്ലാത്ത IT പ്രൊഫഷണൽസിന് 53,500 euro പെർ ഇയറുമാണ് കിട്ടുന്നത്. ഈ കേസ് അനുസരിച്ച് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവരുടെയും ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യുന്നവരുടെയും വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ കമ്പനിയും ഈ സാലറി കിട്ടുന്നതിന് ഒരു പാർട്ടാണ്. വലിയ മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഹൈ ലെവൽ സാലറി ആയിരിക്കും കിട്ടുന്നത്. ഫിനാൻസ്, ഓട്ടോമോട്ടീവ്, ഫാർമസ്യൂട്ടിക്കൽ പോലുള്ള ഇൻഡസ്ട്രീസ് ഹൈ പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. കാരണം അവർക്ക് സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. ലിങ്ക്ഡിൻ, സ്റ്റെപ്സ്റ്റോൺ, സിങ്, ഗ്ലാസ്ഡോർ എന്നിവയാണ് മേജർ ആയിട്ടുള്ള ജർമ്മനിയിലെ ജോബ് പോർട്ടൽസ്. ഇവിടെ ഒരുപാട് IT ജോബ്സും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ IT ഫീൽഡിൽ മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ജർമ്മനി ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പും ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് കൂടാതെ നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാർട്ട് ടൈം ജോബ് കൂടെ ചെയ്യാൻ നോക്കുക. ഈ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന കാരണം ഒരു ഫുൾ ടൈം ജോബ് കിട്ടാൻ നമുക്ക് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഓൾ. ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒരുപാട് IT പ്രൊഫഷണൽസ് ജോലി അന്വേഷിച്ച് ജർമ്മനി വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു IT ജോബ് ജർമ്മനിയിൽ നേടാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിന്റെ റിക്വയർമെന്റ്സ്, അതിന്റെ സാലറി എക്സ്പെക്ടേഷൻ എത്രയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്പർ 1, മിക്കവാറുള്ള IT ജോബ് പ്രൊഫൈൽസിനൊക്കെ